Good morning, sir. Good morning. ഗുഡ് മോർണിംഗ്. ടുഡേ ഈ സൺഡേ ഗുഡ് മോർണിംഗ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അതായത് ഇറ്റ്സ് മീ ദ റിയൽ മീ എന്നുള്ള സെഷൻ ആരംഭിക്കാൻ പോകുന്ന ദിവസമാണ്. സോ നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗസ്റ്റ് റെഡിയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ടുഡേ ഈസ് ഗോയിങ് ടു ബി ആൻ അമേസിംഗ് ഡേ. സോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഡിഡ് യു മിസ് മീ? ഇന്നലെ നമ്മൾ കഴിഞ്ഞ ഒരു സെഷൻ ചെയ്തേ ഉള്ളൂ അല്ലേ? പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഓരോ ദിവസവും പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഹാവ് എ ബ്ലാസ്റ്റ് ടുഡേ. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളി സെഷൻ നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം. എല്ലാ ദിവസവും പറയുന്നത് പോലെ ഇന്നത്തെ ദിവസം, സോറി, എല്ലാ സൺഡേയിലും പറയുന്നത് പോലെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കുന്ന ദിവസമല്ല, മറിച്ച് ചെറിയൊരു ഇന്റർവ്യൂ നമ്മൾ ചെയ്യുന്ന ദിവസമാണ്. ആ ഒരു നമ്മളുടെ ലൈഫിൽ നമ്മളുടെ കൂടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് അവരിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരെ അറിവ് നേടി ആ അറിവ് നിങ്ങളിലേക്ക് അവർ പകർന്നു തരുന്നു. അതാണ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, നിങ്ങൾ റെഡിയാക്കി വെക്കുക. എന്താണ് EFT നിങ്ങൾക്ക് അറിയാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ എങ്ങനെയാണ് EFT അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാം. എങ്ങനെ അത് അവരുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കിയെന്നൊക്കെ നമുക്ക് അറിയാൻ ശ്രമിക്കാം. സോ നസ്രീൻ, ആർ യു ദേർ? പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. പരമാവധി ആൾക്കാർ എന്ത് വീഡിയോയിൽ വരിക കേട്ടോ. ജസ്റ്റ് ബി ഹിയർ ഇൻ വീഡിയോ. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം വിളിക്കാം. അത് ഗസ്റ്റിനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ ഗസ്റ്റ് പല രീതിയിൽ പല ചാലഞ്ചസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ എക്സാം എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി എന്തൊക്കെയാണ് ആ ചാലഞ്ചസ്, എങ്ങനെയാണ് ഓവർകം ചെയ്തത്, ആ സ്റ്റോറി, ഒരു ഹീലിംഗ് ജേർണി നമുക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടാം. പലപ്പോഴും നമ്മൾ ഈ ഒരു സെഷനിലേക്ക് ഗസ്റ്റുകളെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഹീലിംഗ് ജേർണി അവർ ഷെയർ ചെയ്യുന്നു, അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നു, അവർ അപ്ലൈ ചെയ്തിട്ടുള്ള സീക്രട്സുകൾ അവർ ഷെയർ ചെയ്യുന്നു. അവരുടെ ലൈഫിൽ നമ്മുടെ അടുത്ത് നമ്മൾ ഒരു മെത്തേഡ് പഠിപ്പിക്കുമെങ്കിലും അവരത് എങ്ങനെയാണ് കസ്റ്റമൈസ്ഡ് ആയിട്ട് അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്തത് എന്നും അതുപോലെയൊക്കെ ചിലപ്പോൾ നമ്മുടെ സിമിലർ കേസസ് ഉണ്ടാവും, നമുക്കും എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നും അവരുടെ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയും ചെയ്യും. സോ വെൽക്കം ടു ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ഷണിക്കാം. Nasreen Shahila, please be here. Thank you, Nasreen, for joining with us. Thank you. I'm letting you to to add spotlight. Okay, Hi, Nasreen. Can you please introduce yourself? Nasreen, എവിടെയാണ് സ്ഥലം, എന്ത് ചെയ്യുന്നു, എന്തായിരുന്നു നസ്രീൻ കടന്നു പോയിട്ടുണ്ടായിരുന്ന കോഴ്സിന് മുൻപുള്ള നസ്രീൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു? സോ 3 കാര്യങ്ങളൊന്ന് പറയാം. ഞാന് മലപ്പുറത്താണ്, പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, ഓഡിബിൾ ആണ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ. ഞാന് ഒരു BTech MTech പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. എനിക്ക് ട്വിൻസ് ആണ്, 2 years ആയിട്ടുള്ള 2 പിള്ളേരുണ്ട്. അപ്പം ഞാനിതില് എങ്ങനെയോ വന്ന് പെട്ടതാണ്. ശരിക്കും ഞാനിങ്ങനെ EFT എന്താ ഒന്നും എനിക്കറിയില്ല. ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാറിന്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ശരിക്കും തമിഴിലുള്ള ഒരു നടനാണോ ഇത് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് തന്നെ. ഒരു അർജുൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഇയാൾക്ക് പോഡ്കാസ്റ്റിംഗും തുടങ്ങിയോന്ന് വിചാരിച്ചു. അങ്ങനെ പക്ഷെ ഞാൻ എടുത്തത് ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഞാൻ വിചാരിച്ചൊരു സാധനം ഒരു 3 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ വന്നത് എന്താന്ന് വെച്ചാല് ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ട്രോമ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് പൊതുവേ ഈ കമന്റ് സെക്ഷൻ വായിച്ചിട്ട് വെറുതെ സമയം കളയുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് നോക്കുമ്പോൾ അതിൽ ഒരുപാട് കമന്റ്സ് ഉണ്ട്. ആ ഒരു വീഡിയോക്കാ തോന്നുന്നുണ്ട് അത്രയും റീച്ച് കിട്ടിയിട്ടുള്ളത് തോന്നുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ സാറ് പറഞ്ഞ സാധനം എനിക്കുണ്ടോന്ന് എനിക്കിങ്ങനെ അടിക്കാൻ തുടങ്ങി. പറഞ്ഞ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, ഒരു മനുഷ്യനും അങ്ങനെ വന്നിട്ട് പറയാത്തൊരു കാര്യം. മീൻസ് അങ്ങനെ ഈ കരിയറും റിലേഷനും എങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ ഇതിലിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഈ സാറ് പറഞ്ഞതിൽ ഒരാളും അങ്ങനെ പറഞ്ഞില്ല. എല്ലാവരും പിന്നെ ഫെമിനിസത്തിലൊക്കെ പേടിച്ചിട്ട് അങ്ങനെ ആരും അത് മിണ്ടാണ്ടിരിക്കുന്ന സാധനം. പിന്നെ സാർ അതിൽ കൊടുത്ത കുറെ റിപ്ലൈസ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഞാൻ അതിൽ സാറ് ഫോളോ ചെയ്തു തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആഡ് വരുമല്ലോ. ആഡ് വരുന്ന സമയത്ത് ഈ സജീറന്റെ ഒരു വീഡിയോ ആണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ലേഡിയെ അവർ ഭയങ്കര ജെന്യുവൻ ആയിട്ട് പറയണ പോലെ തോന്നി. അങ്ങനെ ഞാൻ അതിലുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. നേരെ പോയിട്ട് വന്നത് ശരത് സാറിന്റെ കോണ്ടാക്റ്റില്.
അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പിലുണ്ട്, ഒരു വോയിസ് എനിക്ക് അയച്ചു തന്നു, ഒരു റെക്കോർഡ് വോയിസ് എന്തായിരുന്നു, ഒരു 1 മിനിറ്റ് ഒക്കെ ഉള്ള. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ആഡ് ചെയ്തു. ഫസ്റ്റ് ഡേ ഞാൻ വന്നിരുന്നു. ഞാൻ ഇതിന്റെ മുന്നൊന്നും വന്നിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മളുടെ ആ കോഴ്സ് തുടങ്ങുന്നതിന്റെ ഒരു 3-4 ദിവസം മുന്നുള്ള ഒരു മോർണിംഗ് സെഷനിലാണ് ഞാൻ വന്നത്. ആ ഒരു സമയത്ത് ഈ അർഷാദ്, അനിത, ബിന്ദു ഇങ്ങനെ കുറച്ച് ആൾക്കാർ തകർക്കണ സമയമായിരുന്നു. അവരുടെ ഒരു ഇത് കഴിഞ്ഞ സമയമാണ്. അപ്പൊ എനിക്കിനി ലൈഫിൽ ഒന്നും ചെയ്യാനില്ല. ഒരു 26 വയസ്സിൽ തന്നെ ലൈഫൊക്കെ മടുത്ത് ഇനിയിപ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇതിപ്പോ ഇങ്ങനെ പോവുക, ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ അതിൽ എനിക്ക് തോന്നുന്നു ഒരു ബിന്ദു എന്ന് പറഞ്ഞ ഒരു ലേഡി പറഞ്ഞു, ഞാൻ 100 ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് കൊണ്ടുവരാം, സാർ ഇവർക്ക് ക്ലാസ് എടുക്കണം. അപ്പൊ ഞാൻ വിചാരിക്കട്ടെ ഇവരൊക്കെ എന്താ ഈ പറയണത്, ഞാൻ ഇപ്പോഴേ ഇതൊക്കെ മടുത്ത് ഇട്ടെറിഞ്ഞു പോകാം. മീൻസ് ശരിക്കും മരിക്കാനൊക്കെ പേടിയാണ്. മരിക്കോന്നുള്ള പേടിയല്ല, ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മരിച്ചു പോയാൽ പിന്നെ അവിടെ കട്ടക്കാലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജീവിക്കേണ്ട ആളായിരുന്നു ഞാൻ. പക്ഷെ എന്താ പറയാ, ഇതിൽ വന്നു അന്ന് മുതൽ എല്ലാ മോർണിംഗ് സെഷനിലും ഞാൻ ലൈവിൽ ഇങ്ങനെ വന്നിരിക്കും. എന്തിനാന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ അവിടെ വന്നിരിക്കും, വീഡിയോയിൽ തന്നെ വന്നിരിക്കും. ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഈ EFT എന്നുള്ള കോഴ്സിനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത്. അപ്പൊ അതിന്റെ മുന്നേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, EFTയിൽ വരുന്നതിന്റെ മുന്നേ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് എക്സാംസ് ഒന്നും എഴുതാൻ പറ്റില്ല. ഞാൻ നല്ലോണം പഠിക്കും, നല്ലോണം പ്രിപ്പയർ ചെയ്യും, എല്ലാം കട്ടക്കാവും. ഇവിടെ എക്സാം ഹാളിന്റെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരും. ഓരോ ഗവൺമെന്റ് എക്സാംസും ഈ എന്താണ് SSC എക്സാംസ് ഒക്കെ ഇറങ്ങിപ്പോരും. എനിക്ക് അവിടെ എത്തുമ്പോൾ എനിക്ക് എന്തോ അറിയില്ല, അവിടേക്ക് കണ്ട ആ സ്റ്റെപ്പ് കയറാൻ തോന്നില്ല. ഞാൻ ഈ ഫറോക്ക് അയോണിന്റെ അവിടെ നിന്നൊക്കെ ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കും. എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അതുപോലെ ഈ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയർ, ഇതിന്റെയൊക്കെ എക്സാമിന്റെ ഇതിൽ ഞാൻ നല്ല സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്റർവ്യൂവിന്റെ ടൈമിൽ വരുമ്പോൾ എനിക്ക് അവിടെ പോകാൻ തോന്നൂല. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട്, അപ്പൊ അവൻ വിചാരിച്ചത് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടെന്ന്. അപ്പൊ റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പോ എന്റെ പേര് അതിലില്ല. അപ്പൊ ഞാൻ നമ്മളെ റിട്ടേൺ എക്സാമിൽ നല്ല സ്കോർ ഉണ്ട്. റിട്ടേൺ എക്സാമിലും അത്ര സ്കോറുള്ള ആൾക്കാർ 10ന്റെ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ. അപ്പൊ അവൻ ചോദിച്ചു ഈ ഇന്റർവ്യൂവിന് പോയോ? ഞാൻ പറഞ്ഞു പോയില്ല. എന്ത് തേങ്ങ കണ്ടിട്ട് അവിടെ ഇരുന്നതെന്ന് എന്നോട് ചോദിച്ചത്. എന്ത് തേങ്ങക്ക ഈ അവിടെ ഇരിക്കുന്നത്? ഈ എന്താ ചെയ്യാതെ ഇരുന്നത്? എന്താണ് എന്റെ പ്രശ്നം? എനിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് മുതലേ എനിക്ക് ഈ പ്രശ്നമുണ്ട് തോന്നുന്നുണ്ടെങ്കിലും എന്താണ് എന്റെ പ്രശ്നം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വിചാരിച്ചത് ഈ ഞാൻ അങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ട് പറഞ്ഞ ഒരു കൗൺസിലിങ്ങിന് പോയി. അപ്പൊ അവര് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെന്ന്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു സാധ്യതയേ ഇല്ല. എന്റെ ലൈഫിൽ എനിക്കിങ്ങനെ പിള്ളേര് വന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു പ്രശ്നമില്ല. കാരണം എനിക്ക് ഇവരുടെ പീഡിയാട്രീഷ്യൻ അത്യാവശ്യം കൗൺസിലിംഗ് തന്ന് നമ്മളെ സെറ്റ് ആക്കിയിട്ടാണ് വിടുന്നത്. അപ്പൊ ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താണ് എന്റെ പ്രശ്നം? എനിക്ക് ഈ ഒരു കരിയർ ബ്രേക്ക് വന്നതാണോ? ഞാൻ റിസൈൻ ചെയ്തതാണ്, ഡെലിവറിന്റെ ശേഷം റിസൈൻ ചെയ്ത ഒരാളാണ്. അതൊക്കെ അതൊക്കെ എന്റെ സ്വന്തം തീരുമാനമായിരുന്നു. കുട്ടികളെ കൂടെ 2 വർഷം നിൽക്കണം. പ്രീ ടേം ഡെലിവറി ആയിരുന്നു. അപ്പോൾ അവരെ കൂടെ നിൽക്കണം, അവരെ നോക്കണം എന്നുള്ളൊരു കറക്റ്റ് ഡിസിഷനിലാണ് ഞാൻ അത് എടുത്തത്. പക്ഷെ ആ ഡിസിഷൻ തെറ്റായോ എന്നുള്ള ഇങ്ങനെ ഒരു സ്റ്റെക്നെസ്. പിന്നെ അതിലിങ്ങനെ ആ ഒരു സാറ് എപ്പോഴും പറയണ പോലെ വിക്ടിം മോഡിൽ ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. മീൻസ് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും ചിന്തിക്കാതെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുക. ഒരു പ്രാവശ്യം സാറിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ കിളി പോകുന്ന അവസ്ഥയാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങോട്ട് എന്താ ഞാൻ ചെയ്യുന്നൊന്നുണ്ടല്ലോ, കുറേ സമയം കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോഴാവും 10 മണിക്ക് ഇരുന്ന് ഞാൻ 12 മണി ആവുള്ളൂ വെറുതെ ഒന്നുമില്ലാതെ ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ EFTയിൽ ജോയിൻ ചെയ്യണത്. ജോയിൻ ചെയ്യാനുള്ള ഞാൻ ശരത് സാറിന് മെസ്സേജ് EFT ഇങ്ങനെ സാർ ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഇങ്ങനെ പറയും. എന്താണ് EFT എന്ന് അറിയാൻ വേണ്ടി ശരത് സാറിന് മെസ്സേജ് അയച്ചു. ഇങ്ങനെ വന്ന് ചോദിക്കാനുള്ള ധൈര്യമൊന്നുമില്ല അന്ന്. അപ്പൊ ശരത് സാറ് പറഞ്ഞു, ഇത് നമ്മളെ ട്രോമാസ് ഒക്കെ ഹീൽ ചെയ്യണ സാധനമാണ്. എന്ന് വെച്ചാൽ കറക്റ്റ് എന്താണെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്ക്, എന്തായാലും യൂസ്ഫുൾ ആവും, നിങ്ങൾക്ക് യൂസ് ആവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പ്രത്യേകിച്ച് ഈ കൺവിൻസ് ചെയ്യുന്ന സംഭവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. പിന്നെ ഒഴുക്കം മട്ടിൽ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് കൺവിൻസ് ആവും. അപ്പൊ ശരത് സാർ ആ വോയിസ് ഇട്ടപ്പോ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുൾ പേയ്മെന്റ് അടിച്ചിട്ട് അപ്പൊ തന്നെ, മീൻസ് ഞാൻ പിന്നെ മറന്നു, 2 ദിവസം കൊണ്ട് തന്നെ ഞാനതിൽ ജോയിൻ ചെയ്തു. ഈ ജോയിൻ ചെയ്തതിന് ശേഷമാണ് EFTന്റെ ഫുൾ ഫോം പോലും ഞാൻ നോക്കുന്നത്. ഇടയ്ക്ക് എല്ലാവരും പിന്നെ എന്ത് വിചാരിച്ചിട്ട് അതിൽ ജോയിൻ ചെയ്ത്, എന്തിനാണ് ഞാൻ ഈ ട്രോമ എന്നുള്ള വേർഡ് ആകെ കേട്ടിട്ടുള്ളത് ഈ ആക്സിഡന്റിന്റെ കേസിലൊക്കെ ആൾക്കാർ പറയില്ലേ, മീൻസ് ആക്സിഡന്റ് ട്രോമയാണ്, അല്ലാതെ അങ്ങനത്തെ ആൾക്കാർക്കാണ് ട്രോമ എന്ന് ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലാതെ നമുക്കൊന്നും ട്രോമ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് എനിക്ക് ഇന്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളൊരു
കാര്യം നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ അവർക്ക് ആ മെമ്മറിക്ക് നമ്മളിങ്ങനെ പോകും. നമ്മൾ പോലും വിചാരിക്കാത്ത കുറെ ആൾക്കാർ ഉണ്ടാക്കി വെച്ച കുറെ ബിലീഫുകൾ ഉണ്ടാവും നമ്മളുള്ളിൽ. അതൊക്കെയാണ് ഈ സ്റ്റക്നെസിന്റെ കാരണങ്ങള്. പിന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇത് കൊണ്ടോണോ, ഇത് പോണോ, ഇത് ഇരിക്കണോ, ഇതിങ്ങനെ സെറ്റ് ആവോ, അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ട്. കുറെ ഞാനും മാറേണ്ടതുണ്ട്. കുറെ അവിടുന്നും എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, നമ്മളും അവരെ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇതിലിപ്പോ വന്നിട്ടുണ്ട്. ഇത്രയാണ് കോഴ്സിന്റെ പോയിട്ടുള്ള ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ഞാനെന്ന് പറഞ്ഞാല് ഇങ്ങനെ ആരോടും അങ്ങോട്ട് ചെയ്യൊന്നുമില്ല. പക്ഷെ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാല് ഞാൻ പിന്നെ ഇങ്ങനെ അവരെ ഇങ്ങനെ വാച്ച് ചെയ്യും. അവർക്കത് കിട്ടുന്നുണ്ടോ, അവർക്കത് പടച്ചോൻ കൊടുക്കുന്നുണ്ടോ, മീൻസ് ഇങ്ങോട്ട് അവർക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അവർക്ക് കിട്ടില്ല പക്ഷെ ഉള്ളിൽ സാരമില്ല എന്നൊക്കെ പറയെങ്കിലും അവർക്കത് കിട്ടി, അവർക്ക് അങ്ങനെ തന്നെ വേണം. അവർ അന്ന് എന്നോട് അങ്ങനെ ചെയ്തതിന്റെ പടച്ചോൻ ഇപ്പൊ കൊടുത്തു. അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഈ പക, ദേഷ്യം ഇതൊക്കെ ഉള്ളിൽ വെച്ച് ഞാൻ ഭയങ്കര അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പൊ നമുക്ക് സ്റ്റെക്ക് ഉണ്ടാവും, നമ്മളെ ബ്ലോക്കൊക്കെ അവിടെയാണ് കിടക്കണത് എന്നൊക്കെ ഉള്ളത് ക്ലാസ്സിൽ വന്നിട്ടാണ് ഈ സാർ ഓരോ കാര്യം പറയുമ്പോഴും ശരിക്കും ഞാൻ വിചാരിക്കും ഇത് എന്നെ കുറിച്ചാണല്ലോ. ഞാൻ സത്യം ഇവിടെ വിചാരിച്ചിട്ടുണ്ട് ഈ പട്ടിയും പൂച്ചക്കാരും നല്ല സുഖം, അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നുക, എന്തെങ്കിലുമൊക്കെ പോവുക, ഒന്നും പ്രത്യേകിച്ച് ഫീലിങ്സോ വികാരങ്ങളോ ഒന്നും ഇല്ലല്ലോ, അവർക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പൂച്ചായ മതിയെന്ന് എപ്പോഴും വിചാരിക്കുകയാണ്. ഈ സാറ് ഈ ക്ലാസ്സിൽ ദിവസം പറഞ്ഞ് മീൻസ് നമ്മുടെ EFTന്റെ ക്ലാസ്സിൽ പറഞ്ഞ് നമ്മളെന്താ പൂച്ചയാണോ, നമ്മള് മനുഷ്യനാണോ, നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ പൂച്ചയാണോ അല്ലെങ്കിൽ കോഴിയാണോ. ഞാൻ എപ്പോഴും കോഴിനൊക്കെ വിചാരിക്കുന്നുണ്ട്. കോഴിക്ക് എന്താ സുഖം, അപ്പുറത്തൊക്കെ പറമ്പ് ഇങ്ങോട്ട് ഓടി വരിക, ഇങ്ങോട്ട് ഇവിടെ എന്തെങ്കിലും കൊതി തിന്നാണ്ട് പോവുക, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പൊ സാർ ഒരിക്കൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കണത്, ഞാനപ്പോ അത് മാറണല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതായിരുന്നു ബിഫോർ EFT. ഞാൻ പിന്നെ എനിക്ക് പിള്ളേരുടെ അത്യാവശ്യം ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവര് കാരണമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഉള്ളൊരു തോട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എന്റെ പ്രൊഫൈലും ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ പറയും ട്വിൻസ് ആണോ, ഞങ്ങൾ കുറെ എത്തപ്പഴം കഴിച്ചിട്ടുണ്ട് ഈ ട്വിൻസ് ഉണ്ടാവാൻ. അപ്പോഴേ ശരിക്കും ഞാൻ വിചാരിച്ചത് ഓ ഞാൻ ഇതൊന്നും തിന്നാത്തന്നെ എനിക്ക് കിട്ടിയല്ലോ. പിന്നെ അതുപോലെ നമ്മളെ സുധീർ സാറ് പറഞ്ഞു, സുധീർ സാറിന്റെ സിസ്റ്ററിന്റെ ട്വിൻസ് ആണ്. അവർ IVF ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് അവർക്ക് ഉണ്ടായത്. ഒരുപാട് കാശൊക്കെ ചെലവായി. അപ്പോഴാണ് ശരിക്കും ഞാൻ പടച്ചോൻ എനിക്ക് തന്ന ബ്ലെസ്സിങ്ങിനെ കുറിച്ച് ശരിക്കും ആ ഒരു കാര്യത്തിൽ ഞാൻ ബോധേഡായത്. മറ്റേ നമുക്ക് ഇല്ല ഇവരുള്ളതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല, ഒരാൾ രാവിലെ ഉറങ്ങും ഒരാൾ രാത്രി ഉറങ്ങും, അപ്പൊ നമ്മൾ 24 മണിക്കൂർ നമ്മൾ ഇങ്ങനെ നിൽക്കണം, ഈ ഒരു ഫീലായിരുന്നു. പക്ഷെ കുറെ ആൾക്കാർ ഈവൻ ഈ ശരത് സാർ ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ട്വിൻസ് ആണോ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്വിൻസ് ഉണ്ട്. അപ്പോഴാണ് ഞാൻ ശരിക്കും ഇവരൊക്കെ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചത്. പക്ഷെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ തൃപ്തിയല്ലായിരുന്നു. നമ്മൾക്കുള്ള ഒരു പ്രശ്നത്തിന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇത്രയാണ് ബിഫോർ കോഴ്സ് പറയുകയാണെങ്കിൽ ഉള്ളത്. സോ വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ആക്ച്വലി എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഷെറിന്റെ ഒരു എന്താ പറയാ, സോറി, നസ്രിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏതൊരു കാര്യം ഒരു സ്റ്റോറിയിലൂടെ പറയാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ വളരെ ഫണ്ണി ആയിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ ഭയങ്കര എൻഗേജിങ് ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കുക, കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ വാട്ട് യു ഹാവ് അപ്ലൈഡ് ഫ്രം ദ കോഴ്സ്. കോഴ്സിൽ നിന്ന് ആദ്യം അപ്ലൈ ചെയ്ത ടെക്നിക്സുകൾ എന്താണ്, എന്തൊക്കെ ടെക്നിക്സുകളാണ് ശരിക്കും ലൈഫിലേക്ക് അപ്ലൈ ചെയ്തത്, അതുകൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്താണ്, പ്രത്യേകിച്ച് അപ്ലൈ ചെയ്ത കാര്യങ്ങൾ എന്താണ്, ഏതാണ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യം എന്താണ്, മുടങ്ങാതെ ഇപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. ഞാന് ഫസ്റ്റ് ആയിട്ട് ഏറ്റവും റിസൾട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കതൊന്നും ദഹിക്കൂലല്ലോ പല കാര്യങ്ങളും. നമ്മൾ ഈ ലോജിക്ക് വെച്ചിട്ട്, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് എല്ലാത്തിനും ഒരു ബേസ് വേണം. അപ്പൊ ഈ ചില സമയങ്ങളിലൊക്കെ ഇത് എന്ത് ഇവർ ചെയ്യണത് എനിക്കൊന്നും മനസ്സിലാവണില്ല, അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു. അപ്പൊ ഞാൻ ഈ സാർ എപ്പോഴും ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ, അങ്ങനെ അത് എപ്പോഴും പറയായിരുന്നു. വലിയ പണിയൊന്നും ഇല്ലല്ലോ നമുക്ക് പറയാന്. അപ്പൊ നമ്മൾ ഏതൊരു ഫിലിമില് പറഞ്ഞില്ലേ ഇങ്ങനെ ഓൾ ഈസ് വെൽ എന്നൊക്കെ വിജയോ ആരോ ഒരാൾ ഓൾ ഈസ് വെൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, ഞാൻ അങ്ങനെ പറയുന്ന ഒരാളായിരുന്നു. അപ്പൊ അതിങ്ങനെ പറയുന്നു. അപ്പൊ അത് ഈ ഇറ്റ്സ് ഓക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഈ വിഷമങ്ങൾ കുറെ കുറയാൻ തുടങ്ങി. പിന്നെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യം ചെയ്യില്ല, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും, അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും, പിന്നെ അഫർമേഷൻസ് എഴുതലുണ്ട്, പിന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യും. എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും അത് ഞാൻ ചെയ്യും. കാരണം കറക്റ്റായിട്ട്
ഞാൻ അത് ഫോളോ ചെയ്യണം. ഇപ്പൊ എന്റെ മെന്ററിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അറിയാൻ പറ്റും. എല്ലാവരും ഞാൻ അത് എഴുതലുണ്ട്. അത് എല്ലാ ദിവസവും. പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ശരിക്കും നമുക്കുള്ള അനുഗ്രഹങ്ങളിൽ നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എന്തില്ല ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് എന്തൊക്കെയോ ഉണ്ട്, അപ്പൊ നമ്മൾ അതിൽ ജീവിക്കണം. ഈ ഇല്ലായ്മ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ കാണൂല. പിന്നെ നമുക്ക് എല്ലാത്തിലും ഉള്ള കാര്യങ്ങളെ നമ്മൾ കാണാൻ തുടങ്ങുള്ളൂ. നമുക്ക് അതുണ്ട് ഇതുണ്ട്, അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മളെ എനർജി തന്നെ ഷിഫ്റ്റ് ആവും. അത് ശരിക്കും നമ്മളത് ഫീൽ ചെയ്തിട്ട് ചിലപ്പോൾ ഇതിലൊരു മെഡിറ്റേഷനിൽ തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ ശരിക്കും നമ്മൾ അത് ശരിക്കും ഫീൽ ചെയ്തിട്ട് പറയണം. ഇപ്പൊ നമ്മൾക്കൊരു കാലുണ്ട് കൈയുണ്ട് ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ അതില്ലാത്ത ആൾക്കാരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കുമ്പോൾ അതൊക്കെ നമുക്കുണ്ട്. അപ്പൊ ഈ ശരിക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ശരിക്കും എനിക്ക് നല്ലോണം റിസൾട്ട് ഉണ്ടാക്കിയത്. നമ്മളുടെ ഒരു എന്താ പറയാ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് തോട്ട്സ് കൂടും. പിന്നെ നമ്മൾ എനർജറ്റിക് ആവും. നമുക്ക് എപ്പോഴും എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫോഗീവ്നെസ് എനിക്ക് ശരിക്കും നല്ല ഇടങ്ങാറുള്ളൊരു പ്രശ്നമാണ്, സംഭവമാണ്. ഇതിന് ആൾക്കാർക്ക് ഫോഗീവ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഞാനൊന്നും അങ്ങോട്ട് ചെയ്തിട്ടില്ലല്ലോ, അവരെന്നോട് ഇങ്ങോട്ട് ചെയ്തില്ല, അപ്പൊ ഞാൻ എന്തിനാണ് ഇത് ഫോഗീവ് ചെയ്തത്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഫോഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരും റിലീസ് ആവുന്നുണ്ട് ശരിക്കും, അതിലേറെ നമ്മളും റിലീസ് ആവുന്നുണ്ട്. അതാ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ എടുത്തിട്ട് ഇങ്ങനെ ഫോഗീവ് ചെയ്ത് കൊടുത്തു, കാരണം ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതുള്ളതുകൊണ്ട്. അപ്പൊ കഴിഞ്ഞ വീക്ക് എനിക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് പ്രൊമോഷൻ കിട്ടിട്ടോ, ഞാൻ സീനിയർ എഞ്ചിനീയർ ആയിട്ട് പ്രൊമോഷൻ വന്ന്. കുറെ കാലമായിട്ട് മീൻസ് ഈ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റെക്കായി നിന്നത് നിന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് ആ സത്യമൊക്കെ ഞാൻ ആ വീക്ക് ഫുള്ള് ഫോഗിനെസ് കൊടുത്തത് ആൾക്കായിരുന്നു. ആളടുത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോ മീൻസ് ഞാനത് ഫോഗീവ് ചെയ്ത് കൊടുത്തപ്പോ അയാളുടെ എന്തോ ഒരു ബ്ലോക്ക് മാറിയിട്ട് അയാൾക്ക് പ്രൊമോഷൻ ആയി. അപ്പൊ മേ ബി അയാൾ എനിക്ക് ഫോഗീവ് ചെയ്ത് തന്നാൽ ചിലപ്പോൾ ഞാനും കുറെ കാര്യങ്ങളിൽ മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ സെൽഫ് ഫോഗീവ്നെസ്, ഞാൻ എപ്പോഴും ഇങ്ങനെ എന്നെ ബ്ലെയിം ചെയ്യുന്ന ഒരാളായിരുന്നു. എന്റെ മൂർച്ച മീൻസ് എന്റെ ബ്രെയിനിന്റെ മൂർച്ച പോയിട്ടുണ്ട്, ഇപ്പൊ എനിക്കൊന്നും പഠിക്കാൻ പറ്റണില്ല, എനിക്കിതൊന്നും മനസ്സിലാവണില്ല, കോളേജിലെ പോലെ മീൻസ് ഒന്നും അങ്ങനെ. നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്ത് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണത് നമ്മളങ്ങനെ കുറ്റപ്പെടുത്തും. ഞാൻ അങ്ങനെ ശരിക്കും ചെയ്ത ഒരാളാണ്. അപ്പം ഇതെന്താ പറയാ, ഞാൻ എപ്പോഴും പറയണ എന്റെ ബ്രെയിന് മൂർച്ചയില്ല, ഇതൊക്കെ പോയി, മൂർച്ച പോയി ഇതിങ്ങനെ എപ്പോഴും പറഞ്ഞപ്പോ സാറ് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ ബ്രെയിനിന്റെ മൂർച്ച പോകും. അപ്പൊ നമുക്ക് ഞാനിപ്പോ ഒരു ചാപ്റ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്കൊരു മെഷീൻസ് ഒക്കെ ആണെങ്കിൽ എനിക്കത് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ എടുക്കുമ്പോൾ ഒരു സാധനം 1 മണിക്കൂറിന്റെ ക്ലാസ് ഞാൻ 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാ റിവിഷൻ അടക്കം ചെയ്യും. മീൻസ് എന്റെ ടെക്നിക്കൽ സൈഡിലെ വേറെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ ഈ കോഴ്സിൽ വന്നിട്ട് ഞാൻ ഈ ഇങ്ങനത്തെ കുറച്ച് പേടിയൊക്കെ എടുത്ത് ഒഴിവാക്കിയപ്പോൾ ഞാൻ ഈ കോഴ്സിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 എക്സാം പോയി എഴുതി, അതും തൃശ്ശൂർ വെച്ചിട്ട്. ഈ കാലിക്കറ്റ് എക്സാം നടന്നിട്ട് എഴുതാൻ പോകാത്ത ഞാൻ തൃശ്ശൂർ പോയി റൂം എടുത്ത് നിന്ന് എക്സാം എഴുതി. എല്ലാരും പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും അടി കിട്ടില്ല. എനിക്ക് ഈ കോഴ്സ് ചെയ്തുകൊണ്ട് നല്ല ഉപകാരമുണ്ട്. മീൻസ് ഇവിടെ അടുത്തുള്ളിടത്ത് പോയി എക്സാം എഴുതാത്ത ഞാൻ, അതും 7:30ക്ക് അവിടെ അറ്റൻഡ് ചെയ്യണം. അങ്ങനത്തെ സാധനം തലേന്ന് പോയിട്ട് അവിടെ നിൽക്കണം. അപ്പൊ അത്രയും റിസ്ക് എടുത്ത് ഞാൻ പോയി അതിന്. അപ്പൊ ആ ഒരു മൈൻഡ് എനിക്ക് വന്നു, ആ മൈൻഡ് സെറ്റിലോട്ട് ഞാൻ എത്തി. മറ്റേത് അങ്ങനെ ഒന്നും അല്ലായിരുന്നു, എനിക്കത് ചെയ്യാൻ പറ്റൂല, എനിക്കിത് പറ്റൂല, എന്നെ കൊണ്ട് പറഞ്ഞ പണിയല്ല ഇത്, അങ്ങനെയൊക്കെയുള്ള ഓരോരോ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഫോഗീവ്നെസ് ഉണ്ടല്ലോ, ഈ ഫോഗീവ്നെസ് ആണ് ശരിക്കും മാജിക്. നമ്മളുടെ ബ്ലോക്സും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ ഈ ഫോഗീവ്നെസ്സിൽ മാറ്റാൻ പറ്റും. ഇപ്പൊ ഞാന് എല്ലാ സെഷനിലും അറ്റൻഡ് ചെയ്യും. അപ്പൊ എന്റെ മക്കൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ഈ 2 വയസ്സായ 2 പിള്ളേരെ ഇട്ടിട്ട് എങ്ങനെ ഈ വന്നിരിക്കണത്, രാവിലെ വന്നിരിക്കണോ, വൈകിട്ടത്തെ ആ സെഷനിലൊക്കെ എങ്ങനെ വന്നിരിക്കണത്? ഞാൻ പിള്ളേരെ ഒരിക്കലും ബാക്ക്ഗ്രൗണ്ടിൽ ആരും കണ്ടില്ലല്ലോ, അപ്പൊ അവരെങ്ങനെ ഇതിനോട് അഡാപ്റ്റ് ചെയ്യും? അപ്പൊ അവരും ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞില്ല. അവരെന്റെ അടുത്ത് ഇപ്പം ചിലപ്പം ഈ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ക്ലാസ് ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ താഴെ പോകുമ്പോൾ പറയും, ക്ലാസ് ഇല്ല, പോയി പഠിച്ചോ, ഉമ്മ പോയി പഠിച്ചോ. അവരെന്നെ എന്നെ പഠിക്കാൻ വിടുകയാണ്. കാരണം നമ്മൾ മാറിയപ്പം ആ 2 വയസ്സായ പിള്ളേര് വരെ മാറി. അതാണ്. അപ്പൊ അവര് ഓക്കെയാണ്, ഞാൻ ഇവിടെ ഉണ്ട്, ഉമ്മ പഠിക്കുകയാണ്, ഉമ്മ പഠിച്ചോട്ടോ, ഇടക്ക് വന്നിട്ട് നോക്കിയിട്ട് പോകും, ഉമ്മ പഠിച്ചോട്ടോ. രണ്ടുപേര് ഒരു ബോയും ഒരു ഗേളും ആണ്. അപ്പൊ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. ഈ കുറച്ച് മുന്നേ 2 മാസം മുന്നേ വരെ ഞാൻ ഫുഡ് കൊടുക്കാതെ കഴിക്കൂല, ഞാൻ ഉറക്കാതെ ഉറങ്ങൂലായിരുന്നു, എന്നെ കാണാതെ നിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പിള്ളേര്
ഇപ്പൊ ഞാൻ വേണമെന്നില്ല അവർക്ക്. അവരെന്റെ ഉമ്മാന്റെ കൂടെ ഉപ്പാന്റെ കൂടെ ഒക്കെ സിങ്കായി. പിന്നെ സാറ് പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ ചുറ്റിലുണ്ട്. നമ്മൾ ഇതൊന്നും കാണാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാറുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇന്റൻഷനലി ഇങ്ങോട്ട് നമ്മൾ പറയാതെ തന്നെ വരും. പിന്നെ ഫാമിലീസ് ആണെങ്കിലൊക്കെ അങ്ങനെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ബ്രദേഴ്സ് ഉണ്ട്. അപ്പൊ അവന്മാർ ഒരുത്തൻ CMA ആണ്, ഒരാള് SSC ആണ്, ഒരാൾ പുറത്ത് വർക്ക് ചെയ്യണം. അപ്പൊ ഇവരൊക്കെ ഷിഫ്റ്റ് അടിച്ചിട്ട് നോക്കും. ഞാൻ ക്ലാസ് ഇവിടെ ഈ ക്ലാസ്സിലാണെങ്കിലും മറ്റേ എക്സാമിന്റെ പ്രിപ്പറേഷനുള്ള ക്ലാസ്സിലാണെങ്കിലൊക്കെ അവരൊരു ടൈം വെച്ചിട്ട് അവർ നോക്കും. അവരൊക്കെ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ എന്റെ കസിൻസ് ആണെങ്കിലും ഇപ്പൊ ഇതുവരെ ഇന്ന് കുറെ എഞ്ചിനീയർ എന്ന് പറഞ്ഞ് കളിയാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. മീൻസ് എഞ്ചിനീയർ ആയതുകൊണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞ് കളിയാക്കി. പക്ഷെ അത് പറയുമ്പോൾ അത് എളുപ്പമാണെങ്കിലും പക്ഷെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ഈ ടാപ്പ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ എന്റെ ഉള്ളിൽ ഇത്രത്തോളം പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കത് എഫക്ട് ചെയ്യും. പിന്നെ പ്രത്യേകിച്ചും നമ്മൾക്ക് എന്റെ ഫാദറൊക്കെ ഞങ്ങൾ 4 പേരാണ്. 4 പേര് അത്യാവശ്യം നല്ല എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പം ഈ എഡ്യൂക്കേഷൻ കൊടുക്കാത്ത നമ്മളെ ഫാമിലീസ് തന്നെ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഇങ്ങനെ പറയും, ഈ പഠിപ്പിച്ചിട്ട് എന്തിനാ, മീൻസ് ഗേൾസിനൊക്കെ പഠിപ്പിച്ചിട്ട് എന്തിനാണ്, അവര് വെണ്ടയ്ക്കും തക്കാളിയൊക്കെ മുറിക്കാനുള്ള ഒരാൾ പറഞ്ഞതാണ്. ഇതൊക്കെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അതുപോലെ എനിക്ക് വന്ന് ആ പറഞ്ഞ ആൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഉള്ളില് എവിടെയോ അത് കിടക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഫാദർ അന്നതൊന്നും ചെവി കൊള്ളാത്തത് കൊണ്ട് എന്താ പറയാ, ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു എല്ലാവരും. എൻ്റെ ഒരു ബ്രദർ CA ആണ്, ഒരു ബ്രദർ CMA ആണ്, ഒരാള് SEC ആണ്. ഞാൻ മാത്രമാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പം എന്താണ് ഈ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ പോലും ഇതിൽ വന്നു കഴിഞ്ഞാൽ സംഭവം എന്താ വെച്ചാല് ഈ ആൾക്കാരൊക്കെ നമ്മളടുത്ത് പറയണതൊക്കെ നമ്മൾ ഈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്ത് ചാടും. അതുകൊണ്ട് നമ്മൾ ആരടുത്ത് സംസാരിക്കുമ്പോഴും നമ്മളിങ്ങനെ കെയർഫുൾ ആയിരിക്കും. ഈ കാര്യം പറയുമ്പോൾ അത് അവർക്ക് ഫീൽ ആവോ, അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, എന്താ പറയാ കോൺഷ്യസ് ആവും. നമ്മൾ ആരും വേദനിപ്പിക്കൂല. നമ്മൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നല്ലൊരു മനുഷ്യനാവും. നമുക്ക് ഭയങ്കര എന്താ പറയാ എനർജി ഫീൽ ചെയ്യും. നമ്മളോട് ഒരു ഇഷ്ടം തോന്നും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സെൽഫ് ലവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സാറിന്റെ ക്ലാസ്സിനാണ് ശരിക്കും ഈ സെൽഫ് ലവ് എന്താണ്, മറ്റേ എന്താ മൈൻഡ്ഫുൾനെസ് എന്താണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ടുള്ള ഒരു സാധനം എനിക്ക് കിട്ടിയത്. അത് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സെൽഫ് ലവ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കൗൺസിലിങ്ങിന് പോയിരുന്നത്. കൗൺസിലർ പറഞ്ഞു സെൽഫ് ലവിന്റെ കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യ, കാരണം ഈ സാധനം എനിക്ക് അറിയില്ല. അപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസിന് കുറെ മെത്തേഡൊക്കെ പറഞ്ഞു. അപ്പൊ അതൊന്നും എനിക്ക് ആപ്റ്റ് ആയിരുന്നില്ല. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടമാണെന്ന് ചോദിച്ചു. അപ്പൊ ആ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും നമുക്കൊരു അപ്രീസിയേഷൻ വേണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഈ ചോക്ലേറ്റ്സ് എടുത്ത് കഴിച്ചാൽ മതിയാണ്. മീൻസ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന പോലെ ഈ ചോക്ലേറ്റ് കഴിക്കുക എന്നുള്ള രീതിയിൽ അതൊരു രീതി പറഞ്ഞു. അങ്ങനെ എനിക്കിത് വേണ്ട സമയത്തൊക്കെ ഞാൻ ഇതിങ്ങനെ കഴിക്കാൻ തുടങ്ങി. ലാസ്റ്റ് നമ്മളെ വായിലെ അണ്ണാക്കിലൊക്കെ തോല് പോയപ്പോൾ മനസ്സിലായി ഇതൊന്നല്ല സെൽഫിൽ, അയാൾ വേറെ എന്തോ പറഞ്ഞത്. ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. പക്ഷെ എന്റെ കേസിൽ അത് എനിക്ക് വർക്ക് ചെയ്യില്ല. എനിക്ക് അത്ര ഫ്ലോപ്പ് ആയിരുന്നേ. കാരണം നമ്മൾ ഈ അണ്ണാക്കിലെ തോല് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റൂല. ആകെ കൂടി പെട്ട് ഞാനിത് ശരസാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും സെൽഫ് ലവ് എന്താണ്. ഈ സാറ് ക്ലാസ്സിൽ സെൽഫ് ലവിന്റെ കുറെ മെത്തേഡ്സ് പറയുന്നത്. എക്സസൈസ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, രാത്രി ചോറ് തിന്നാതിരിക്കലും സെൽഫ് ലവ് ആണ്. ശരിക്കും നമ്മളെന്താ രാത്രി ചോറ് തിന്നലാണ് നമ്മളെ സെൽഫ് ലവ്. കാരണം അങ്ങനെയാണ് ശരിക്കും നമ്മളുടെ സമൂഹം നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലാസ്സിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ മെയ്ഹസ്യ നോക്കി നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യാണ് സാർ എന്തൊക്കെയോ പറയണത് എന്നുള്ള കാര്യങ്ങൾ. ആ ഒരു സമയത്താണ് ശരിക്കും എൻ്റെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നത്. അതിന്റെ മുന്നേക്ക് സാർ ഈ തലയിലൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ എന്താ ഈ ചെയ്യുന്നത്, ഇത്രയും കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്ന് ഇത്രയും സെറ്റപ്പിൽ വന്നിട്ട് ഈ മനുഷ്യൻ രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോ എനിക്ക് ശരിക്കും ചിരി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ശരിക്കും ഞാൻ ഇതെന്താ ചെയ്യുന്നത്. അതിലാണ് കുറെ സീരിയസ് മനുഷ്യന്മാരുമാണ്. മീൻസ് നമ്മളുടെ ആ ബാച്ചിൽ ആരൊന്നും മിണ്ടൊന്നുമില്ല, ഭയങ്കര ഇങ്ങനെ. പിന്നെ എന്തെങ്കിലും ഒന്ന് പൊട്ടിക്ക ജെബിനാണ്. അപ്പൊ പക്ഷെ അപ്പൊ ഞാൻ ഇവരൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ട്. എല്ലാരും ഞാൻ നോക്കുമ്പോ ആയിഷ മാം, സജ്ജന അവരൊക്കെ ഭയങ്കര പൊട്ടലും മുട്ടലായിരിക്കും. ഞാൻ നോക്കുമ്പോ സുധീർ സാറൊക്കെ ഞാൻ നോക്കുമ്പോ എയർഫോഴ്സിലൊക്കെ ഉള്ള ഈ മനുഷ്യന്മാരൊക്കെ ഇത് എന്തിനാ കൂട്ടുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ ഈ സെൽഫ് ലവിന്റെ ടാപ്പിക് വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും ഇത് മാറിയത്. അന്നാണ് എനിക്കിത് ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് മനസ്സിലായത്. കാരണം വെറുതെ നമ്മൾ അവിടെ ഇവിടെയും
മുട്ടിയാലൊന്നും നമുക്ക് ആ ഒരു സന്തോഷം ഫീൽ ചെയ്യില്ലല്ലോ. ആ ഒരു സെൽഫ് ലവ് എനിക്ക് തോന്നുന്നത് ജസ്ന മാം ആണ് തോന്നുന്നുണ്ട് അങ്ങനത്തെ ടാപ്പിങ് നമ്മളെ ഫസ്റ്റ് ആയിട്ട് എന്റെ മെന്ററും കൂടിയായിരുന്നു അവര്. അപ്പൊ അന്ന് എനിക്ക് ഇല്ലാത്തൊരു എനർജി വന്നു. അതുവരെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി EFTയിൽ എന്തോ ഒരു സംഭവം ഉണ്ട്, എന്തോ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ ഈ ശരിക്കും ഈ സെൽഫ് ലവ്, ഈ സെൽഫ് ഫോർഗീവ്നെസ്, പിന്നെ ആസ്ക് ഫോർഗീവ്നെസ്, ശരിക്കും ഈ ആസ്ക് ഫോർഗീവ്നെസ് നല്ല അടിപൊളി സാധനമാണ്. നമ്മൾ ഇതിങ്ങനെ എന്താ പറയാ, ഒരാൾ ചെയ്തതിന് നമ്മളിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മോളി ഇങ്ങനെ അവിടെ വെക്കും ഓരോ ഇൻസിഡന്റും എടുത്തിട്ട്. അപ്പൊ പക്ഷെ ഈ നമ്മൾ ഈ ഫോർഗീവ്നെസ് ചോദിക്കാൻ നമുക്ക് മടിയുമാണ്. മീൻസ് ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ആരോട് പറയൊന്നുമില്ല കേട്ടോ, വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിത് പോയി ചോദിക്കുമ്പോൾ ഒരു ചടപ്പല്ലേ, ചിലപ്പോ ഈ മനുഷ്യനെ അറിഞ്ഞിട്ട് പോലും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ നമുക്ക് ഇതിലൂടെ നമുക്കത് ചോദിച്ചു വാങ്ങാം. ശരിക്കും അതൊക്കെ നല്ല അടിപൊളി സാധനം, അതെനിക്ക് ഭയങ്കര എഫക്റ്റ് ഉള്ള സാധനമാണ് ഈ മീൻസ് ഈ സെൽഫ് ഫോർഗീവ്നെസ്. പിന്നെ ഇപ്പൊ നമ്മളുടെ ഫോണിന്റെ അൽഗോരിതം പോലും ഇപ്പൊ ഞാൻ എവിടെ മീൻസ് ഞാൻ എന്താ പറയാ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വരും എന്ത് ഫോർഗീവ്നെസ് അതിനാണ്, ഫോർഗീവ്നെസ് ഇതിനാണ്. കുറെ ഏതൊക്കെയോ മനുഷ്യന്മാരുടെ കുറെ മീൻസ് വീഡിയോസ് ഒക്കെ വരും ഈ ഫോർഗീവ്നെസ് എന്തിനാണ് ഫോർഗീവ്നെസ്. ഇപ്പൊ നമ്മളുടെ ഫോണിന്റെ അൽഗോരിതം പോലും മാറിപ്പോയി. മറ്റുള്ളത് കണ്ട ആരെങ്കിലും ഒളിച്ചോടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിന്റെ ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നത്, നിന്റെ ഫീഡ്സിലൊക്കെ വന്നത്. പക്ഷെ ഇപ്പൊ വരുന്ന കാര്യങ്ങള് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച്. അപ്പം നമ്മൾ മറക്കും, നമ്മളെ ഫോൺ വരെ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മിനിയാന്ന് കണ്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല ആണ്. ഇപ്പൊ നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഓരോ തുള്ളി കോർട്ടിസോള് ഇങ്ങനെ വരികയാണ്, നമ്മളിത് ഈ പകയും വിദ്വേഷമൊക്കെ ഉള്ളിലിടുമ്പോൾ അപ്പൊ നമ്മളെ ലിവറ് കിഡ്നി ഇതൊക്കെ അടിച്ചു പോയിട്ട് നമ്മൾ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. മീൻസ് അവർക്കത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയണത്. അപ്പോഴാണ് ശരിക്കും ഈ ഫോർഗീവ്നെസ് മാജിക്. അതിന് മുന്നേ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്നും കൂടി നമ്മളെ കോൺക്രീറ്റ് ഇട്ട് ഊട്ടി ഉറപ്പിക്കാനുള്ള വീഡിയോസ് നമുക്ക് ഇങ്ങനെ വരും. പിന്നെ ഈ സാറ് എപ്പോഴും പറയും നമ്മൾ ഈ ഫോർഗീവ്നെസിന്റെ ഒരു ഇതെന്ന് വെച്ചാല് നമ്മൾ വിഷം കഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ നോക്കി നിൽക്കണ പോലെയാണ്. ഞാൻ വിഷം കഴിച്ചിട്ട് ഇന്ന ആൾക്ക് എന്ത് വരണമെന്ന് വിചാരിക്കുന്നത് പൊട്ടത്തരല്ല. അത് എനിക്ക് തന്നെയാണ് ശരിക്കും എഫക്ട് ചെയ്തത് എന്നൊക്കെയുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായത് ഇതിൽ വന്നിട്ടാണ്. ശരിക്കും ശരിക്കും ഈ ഫോർഗീവ്നെസ് ആണ് നമ്മളുടെ എന്താ പറയാ ലൈഫ് മാറ്റുക. EFTയിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് അതായിരുന്നു മാറ്റിയത്. ഇപ്പൊ കുറെ കാര്യങ്ങളിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ ഞാനൊരു എൻട്രീന്റെ ഒരു ഇതാ എടുത്തിട്ടുള്ളത്, ക്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഞാൻ മെന്റർ സർവീസും ഉണ്ട്. അതൊരു മെന്റർ നമ്മളെങ്ങനെ ഇത്ര പോർഷൻസ് പഠിക്കണം, ഇത്ര എക്സാം ക്ലിയർ ചെയ്യണം, മീൻസ് ഈ എക്സാം അറ്റൻഡ് ചെയ്യണം, ഇന്ന മോക്ക് ടെസ്റ്റ് എഴുതണം, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ 2 മാസമായിട്ട് അയാൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. മീൻസ് അതിന്റെ മുന്നേ എപ്പോഴും വിളിക്കും, ഇത് ചെയ്യ് ഇത് ചെയ്യ്, ഇതെന്താ പഠിക്കാത്ത, അത് പഠിച്ചിട്ട് ചെയ്യ. കാരണം നമ്മൾ മെന്റർ സർവീസ് എടുത്തു, അവര് വിട്ടല്ലോ. അപ്പൊ അങ്ങനെ. പക്ഷെ ഇപ്പൊ എന്നോട് കഴിഞ്ഞ 2-3 ആഴ്ച മുന്നേ ഇപ്പൊ ഇയാൾ എനിക്ക് നോക്കേണ്ട കാര്യമില്ല, ഇയാൾ എന്നെക്കാളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യണ്ടേ, എന്താ എന്താ സംഭവിച്ചെന്ന്. 1 മാസം മുന്നുള്ള ഞാനും 1 മാസം ശേഷമുള്ള ഞാനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് എന്നെ അറിയാത്ത ഏതോ ഒരു മെന്റർ എൻ്റെ അടുത്ത് പറയാം. മീൻസ് എന്റെ ടെക്നിക്കൽ ഇതിലുള്ള. അപ്പൊ എന്താ ചെയ്തത്, പക്ഷെ ശരിക്കും ഞാൻ ചെയ്തത് EFT എന്ന് ഞാൻ മിണ്ടിയില്ല. കാരണം ഇനി അവരതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയാലോ. അപ്പൊ ഇതിൽ വന്നിട്ട് നമ്മൾ അറിയാത്ത ആൾക്കാർ പോലും നമുക്ക് ചേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്നൊന്നും ഇങ്ങനെ വളവളൊന്നും പറയൊന്നുമില്ല, എനിക്ക് പേടിയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. പക്ഷെ ഇവിടെ വരണം എന്ന് ഞാൻ ഒരിക്കൽ എന്നോട് ശരത് സാർ എന്നോട് പറഞ്ഞു ഇതുപോലെ എന്താ പറയാ ഈ റിയൽമിയിൽ വന്നിട്ട് സംസാരിച്ചുകൂടെയാണ്. ഞാനിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടോ ഇങ്ങനെ സംഭവിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ വരില്ല, ഞാനില്ല ഒരു 1.5 വരവ് വരും. അത് കുറച്ചൊരു മാർച്ചിന്റെ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോ ഇന്ന് വരാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ 2 മാസമായി ഞാനിപ്പോ ഈ ഒരു മോർണിംഗ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ആൾക്കാർ ഒരേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അപ്പൊ അവർ സ്റ്റെക്കാണ് അവരുടെ ലൈഫിൽ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവും. ഞാൻ ഇതുപോലെ സ്റ്റെക്ക് ആയ ഒരാളാണ്. ഇപ്പൊ ഒരാൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 2 മാസം മുന്നേ കേട്ട അതേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ടു. അതേപോലെ കമന്റ് ബോക്സിലും അതേ വ്യക്തി അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാർ എന്നും ഇതിന് മറുപടി പറഞ്ഞ് ആ മറുപടികളൊക്കെ നമുക്ക് കാണാപ്പാടായി. പക്ഷെ ഈ കേൾക്കുന്ന വ്യക്തിക്ക് ഇപ്പോഴും ഉള്ളിൽ കയറിയിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്
ഞാനിപ്പോ പെട്ടെന്നൊന്ന് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ വിചാരിച്ച ജോലി കിട്ടിയിട്ട് ആ യൂണിഫോമിൽ വരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ റെയിൽവേന്റെ ഒരു എക്സാം ആണ്, ഒരു എഞ്ചിനീയറിംഗ് പോസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ ആ ഇന്ത്യൻ റെയിൽവേന്റെ ആ സാധനം ഇട്ടിട്ട് ആ ടാഗ് ഇട്ടിട്ട് ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഹെഡ് സാറിനോട് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് വരേണ്ടി വന്നു. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ വരണ്ട് ഒന്നും കൂടി, അത്രേ ഉള്ളൂ. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ദീസ് സ്റ്റോറീസ്. ലൈക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായി, ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി. കോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് എനിക്ക് തോന്നുന്നു സെൽഫ് ലവ് എത്തിയപ്പോഴാണ് പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ഉണ്ടായത് അല്ലേ? സോ സെൽഫ് ലവ് എത്തിയതിനു ശേഷം നിങ്ങൾ മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഉം. എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നോ? വട്ട് ഡിഡ് യു ഫീൽ അബൌട്ട് ദാറ്റ് സെഷൻ? അതാണ് ശരിക്കും ഇതിന്റെ സയൻസ്. മീൻസ് ഈ EFTന്റെ ശരിക്കും നമ്മൾ ഈ ലോജിക്ക് ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ആ ANSഉം ആ ഓരോ കാര്യങ്ങളും ആ ഒരു ഹോർമോൺസും കാര്യങ്ങളൊക്കെ ശരിക്കും അവിടെ നമുക്ക് ക്ലിക്ക് ആവാൻ തുടങ്ങും. ഈ ലോജിക്ക് വെച്ച് ചിന്തിക്കുന്ന ആൾക്കാർ, മാജിക്കലി ചിന്തിക്കുന്ന ആൾക്കാർക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല. പക്ഷെ നമ്മളുടെ ബോഡി എങ്ങനെയാണ് ഇതിലോട്ട് വന്നത് എന്നുള്ളത്, മീൻസ് നമ്മളൊരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ വെക്കുമ്പോൾ അതെങ്ങനെ നമുക്ക് ഒരു ബ്ലോക്ക് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ നമുക്ക് ഓരോ അസുഖങ്ങളായിട്ടൊക്കെ എങ്ങനെ വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്ലൈഡ്സിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും ഏതൊരു കോമൺ ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അന്നത് സാറ് പ്രസന്റ് ചെയ്തത്. അപ്പൊ അതൊക്കെ ശരിക്കും മീൻസ് നമ്മൾ സ്ട്രെസ് അടിക്കും. ഇപ്പൊ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്ക് എന്തൊരു അസുഖം ഉണ്ടെങ്കിലും പോയി കഴിഞ്ഞാൽ രണ്ട് റീസണാണ്. ഉമ്മാന്റെ വക റീസൺ ഫോൺ യൂസ് ചെയ്തിട്ടാണ്, ഡോക്ടർ വക റീസൺ സ്ട്രെസ് ആണ്, അപ്പൊ അല്ലെങ്കിൽ ടെൻഷൻ ആണ്. ഈ ഒരു സാധനം മാത്രം എനിക്ക് രണ്ട് അസുഖമല്ല. ഒന്ന് ഉമ്മാന്റെ കേസിൽ ഫോണിന്റെ അഡിക്ഷൻ. ഈ ഒരു സാധനം ഡോക്ടർ പറയും സ്ട്രെസ് ആണ്. ഞാൻ ഇപ്പൊ ഒരു കാല് മുറിഞ്ഞു പോയാലും ഇപ്പൊ എന്റെ ലിഗമെന്റ് ഒന്ന് വലിഞ്ഞിരുന്നു, അപ്പൊ അയാൾ പറയണ് എന്താണ് ഞാനിങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആണല്ലോ, എന്ത് പറ്റി ഇത്ര ചെറുപ്പത്തിൽ നിങ്ങൾ ഇങ്ങനെ സ്ട്രെസ് ആവേണ്ട ആവശ്യം. ആ ഡോക്ടർ എന്നോട്, അയാൾക്ക് എന്നെ അറിയ പോലും, ആ ഡോക്ടർ എന്നെ കാലിൽ ഇങ്ങനെ ഈ ബാൻഡേജ് ചുറ്റുമ്പോ ചോദിക്കുക. അപ്പൊ അയാൾക്ക് പോലും മനസ്സിലായി ഞാൻ സ്ട്രെസ്ഡ് ആണെന്ന്. അപ്പം സാറ് പറഞ്ഞ പോലെ ഒരു 99%, ഒരു 90 അല്ലെങ്കിൽ 99%ഉം എപ്പോഴും നമ്മൾ അസുഖങ്ങൾ ഈ സൈക്കോസൊമാറ്റിക് ആണ്. സാറ് എപ്പോഴും ഇങ്ങനെ ക്ലാസ്സിൽ പറയില്ലേ സൈക്കോസൊമാറ്റിക് ആണ്, അതാണ് ഇതാണ്. പക്ഷെ അത് സത്യം നിങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ. ഞാൻ എപ്പോഴും ഒരു അനീമിക് ആയിട്ടുള്ള ആളാണ്. ഒരു 8, 7 ഉണ്ടാവുള്ളൂ. എനിക്ക് എപ്പോഴും HB കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ നോർമൽ കൗണ്ട് അതാണ്. ഒരു 7ന്റെ താഴെ പോലെയാണ് എനിക്ക് കാലുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ക്ഷീണമൊക്കെ വരും. ഇപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 6 ഒക്കെ ആയിട്ടുണ്ടാവും. ഞാൻ മരുന്ന് കുടിക്കും, അതും ചിലപ്പം ബ്ലഡ് ഒക്കെ ആയിട്ട് അങ്ങനെ. പക്ഷെങ്കിൽ ഇതിൽ വന്നതിന് ശേഷം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വെറുതെ ചെക്കപ്പിന് പോയി. മീൻസ് ഒരു കാര്യം ഞാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പോയ സമയത്ത് BP ലോ ആയപ്പോൾ അന്ന് പോയപ്പോൾ എനിക്കത് 11 ഉണ്ട്. എന്റെ ലൈഫിൽ 11 ഞാൻ കണ്ടിട്ടില്ല എന്റെ HB കൗണ്ട്. അപ്പൊ എന്താ ഈ സ്ട്രെസ് അടിച്ചിട്ടാണ് നമ്മളെ ബ്ലഡ് കൗണ്ട് പോലും കുറയണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളെ കാണുന്ന ആൾക്കാർ പറഞ്ഞ ഇപ്പം ഭയങ്കര തുള്ളിച്ചാടലാണല്ലോ, മറ്റേത് വീട്ടിൽ നിന്നൊന്നും ഒരു എന്താ പറയാ ഒച്ചയും വിളിയൊന്നും ബഹളമൊന്നും ഇല്ല. ഇപ്പൊ ഞാന് ഈ 2 മാസമായിട്ട് ഇവിടെ ആർക്കും സ്വൈര്യം പോറില്ല എന്ന് പറയണേ, ഈ ഒച്ചയും വിളിയായിട്ട്. മീൻസ് നമ്മൾ ആ പഴയ ട്രാക്കിലേക്ക് പോയി, നമ്മൾ ആ പഴയ ലൈഫിലേക്ക് പോയി, നമ്മളെ പാരന്റ്സ് ഹാപ്പിയാണ്. ഇതിന്റെ മുന്നൊക്കെ ഞാൻ ഈ ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ എന്തിനെങ്കിലും വെറുതെ റൂമിൽ കേട്ട് വാതിൽ ചാരിയാൽ എന്റെ പാരന്റ്സ് ഇങ്ങനെ നോക്കുമ്പോൾ വാതിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് പേടിയാ. ഇവരിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നവര് വിചാരം. എന്നിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യാത്ത ചില വിൻഡോസ് ഒക്കെ വെറുതെ തുറന്ന് അതിന്റെ കുളത്തിങ്ങനെ തുറന്നു വെക്കും. ഞാൻ അഥവാ വാതിൽ പൂട്ടി കഴിഞ്ഞവർക്ക് വന്ന് നോക്കാൻ. മീൻസ് ഇപ്പൊ അങ്ങനെയുള്ള പേടി അവർക്ക് ഇല്ല. മീൻസ് നമ്മൾ അത്രയും ടെൻഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്തവര്. അപ്പൊ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത ഒരാൾ പെട്ടെന്ന് സ്റ്റക്ക് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ ഒന്നും പറ്റൂല. അങ്ങനെ ഒരു ഇത് വരുമ്പോഴാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് ലേഡീസിനൊക്കെ ഉള്ളൊരു പ്രശ്നം ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പം ആ ഒരു മൈൻഡ് ബോഡി കണക്ഷനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതാണ് ശരിക്കും ഇതിന്റെ ഒരു ബയോളജിക്കൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം അതാ. ഓൾ റൈറ്റ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഞാൻ ഇപ്പം ഇവിടെ നസ്രീനോട് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് നസ്രീൻ. ഒരേ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് ഹെൽത്ത് വൈസ് ബാധിച്ചിട്ടുണ്ട്. സ്ട്രെസ് കൊണ്ട് ഹെൽത്ത് വൈസ് ബാധിച്ചിട്ടുണ്ട്, പഠനത്തിനെ ബാധിച്ചിട്ടുണ്ട്, റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട്, പല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളിൽ വലിയ ചേഞ്ചസ് വരാൻ പറ്റി അല്ലേ? ഈവൻ ഫോർഗീവ്നെസ് കൊണ്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ എല്ലാത്തിലും വലിയ ചേഞ്ചസ് വരാൻ പറ്റി. ഇനി ആരോടാണ് ഈ ഒരു ഇതിന് താങ്ക്സ് പറയാനുള്ളത്? ഹും യു വാണ്ട് ടു താങ്ക്? ഇത്രയും എക്സ്പീരിയൻസസ് ഉണ്ടായല്ലോ, അതിന് ആരോടാണ് താങ്ക്സ് പറയാൻ? ഈ ഒരു താങ്ക്സ് പറയാനുള്ളത്
ശരിക്കും ഫസ്റ്റ് താങ്ക്സ് പറയണമെങ്കിൽ ശരത് സാറിനോട് പറയണം. കാരണം ശരത് സാർ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇതിൽ വരൂല. മീൻസ് സാധാരണ ഞാൻ ഈ വാട്സപ്പിലൊന്നും അങ്ങനെ ആൾക്കാർക്ക് സ്ട്രേഞ്ചേഴ്സിന് അങ്ങനെ മെസ്സേജ് അയക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ശരത് സാറിനെ കണ്ടപ്പോൾ ഞാൻ അത് ഒരു വലിയ മനുഷ്യനാണ്, നമ്മളെക്കാൾ ഏജ് ഉള്ള ഒരാളാണ്, അപ്പൊ പേടിയുണ്ടായിരുന്നു. മീൻസ് സാധാരണ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ലേഡീസ് അല്ലേ കൈകാര്യം ചെയ്യുക, അപ്പൊ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ആള് ഭയങ്കര കൂളാണ്. പിന്നെ പിന്നെ എനിക്കിങ്ങനെ മനസ്സിലായി. ഇപ്പൊ സാർ എടുക്കും മോർണിംഗ് ശരത് ക്യാൻ യു മേക്ക് മീ ഹോസ്റ്റ്, ശരത് ആർ യു ദർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ശരത്ത് ആരാന്ന് ഇപ്പോഴും ഞാനപ്പം ഈ ഡി പി ഉള്ള ഒരു മനുഷ്യനാണ് എനിക്ക് ശരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം മീൻസ് ഇങ്ങനെ ചോദിക്കും എന്താണ്, ഓരോ ക്ലാസ് കഴിഞ്ഞ് ചോദിക്കും, മെസ്സേജ് അയക്കും എന്താണ്, മീൻസ് സെറ്റ് അല്ലേ, റെഡി അല്ലേ. അപ്പം അവര് നമ്മളിതിൽ ജോയിൻ ചെയ്താൽ പിന്നെ അവർക്ക് ഇട്ടിട്ട് പോകാം, അവർ നമ്മളെ കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഓരോ സമയത്തും ഞാൻ ചിലപ്പോ എന്റെ വോയിസ് ഒക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് അപ്പാട്ടൊക്കെ മറുപടി വരുന്നുണ്ടാവാം. ചിലപ്പോ ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ പറയും ചിലപ്പോ എനിക്ക് മറുപടി വേണ്ട, നിങ്ങളടുത്ത് പറഞ്ഞപ്പോ ഇത് പ്രശ്നം മാറി. അപ്പൊ അതൊക്കെ കേൾക്കാനുള്ള മനസ്സ് നമുക്ക് അവിടെ ഉണ്ട്. അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അതാണ് ഈ ശരത് സാറിന്റെ ക്ലാസ്സിൽ നമ്മൾ അന്ന് അന്ന് ശരിക്കും ആ രാത്രി മീൻസ് ഒരു 7:30 ഒരു സാറിന്റെ ക്ലാസ്സിൽ ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിലൊന്നും അങ്ങനെ കയറലില്ല. അപ്പൊ എല്ലാരും കേറുന്നുണ്ട് പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഒന്ന് കയറി വെക്കുന്നത് എന്താ അവിടെ പരിപാടി വെച്ചിട്ട്. പക്ഷെ അന്ന് ശരിക്കും സാറ് പറഞ്ഞു ശരത്താറിന്റെ ക്ലാസ് നാളെ ഉണ്ടെന്ന്. പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിലെ എല്ലാരെയും വിളിച്ച് തട്ടി വിളിച്ച് കൊണ്ടുവന്ന് ശരിക്കും അന്ന് ഞാൻ അത് കേറിയത് അതിനാണ്. അപ്പൊ നമ്മളൊക്കെ ശരത് സാറിന് ഇനിയും ക്ലാസ്സിന് വെയിറ്റിംഗ് ആണ്. പിന്നെ മെൻഡർ, എന്റെ മെൻഡർ ജസ്ന ഫെബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളായിരുന്നു, മാമായിരുന്നു. അവർ നമ്മൾ നല്ലോണം ഹെൽപ്പ് ചെയ്യും. അവർ എനിക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരാളാണ്. കുറെ ഒച്ചി വിളിയൊന്നും ഇല്ലാതെ ഭയങ്കര സ്ലോ ആയിട്ട് സ്ലോ പേസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കറക്റ്റ് ആ ഒരു ഇത്. പിന്നെ ഈ ജസ്ന മാം ആണ് ഈ സെൽഫ് ലവ് ആദ്യമായിട്ട് നമ്മളുടെ അതില് ടാപ്പിംഗ് കൊണ്ടത്. അപ്പൊ എനിക്ക് അവരപ്പോഴേ നോട്ടം ഉണ്ടായിരുന്നു, ഇവര് കൊള്ളാലോ, ഇവര് അടിപൊളിയല്ലോ, ഇവര് ചെയ്തപ്പോ എനിക്ക് സെറ്റായല്ലോ. അങ്ങനെ പിറ്റേ ദിവസമാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് ഞാനാണ് നസ്രീന്റെ മെൻറ്റർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓ ഞാൻ വിചാരിച്ച ആളെ എനിക്ക് കിട്ടിയല്ലോ. അപ്പൊ അവർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഹാജറ മാം, അവരുടെ ആ വോയിസ് ഗ്രൂപ്പിൽ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമെങ്കിൽ ഞാൻ കുറെ റിപ്പീറ്റഡ് അടിച്ച് കേൾക്കും. ഭയങ്കര നിർത്തി നിർത്തി സ്ലോ ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണ ആള്. പിന്നെ നമ്മുടെ മെന്റേഴ്സ് ഒക്കെ ഒരു ഹീലിംഗ് സെഷനിൽ, പിന്നെ എനിക്ക് ഈ ഫെബിന മാമിന്റെ ഹീലിംഗ് സെഷൻ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണ് അവരെ ഹീലിംഗ് സെഷൻ. അപ്പം ഈ ജെബിനൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ ഫെബിന മാമിനെ കുറിച്ച് അറിയുന്നല്ലാതെ ഹീലിംഗ് സെഷനിൽ ഭയങ്കരമായിട്ട് ഹീൽ ആവണ, എനിക്ക് പേഴ്സണലി ഹീൽ ആവണ ഒരാളാണ് ഈ ഫെബിന മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡെഫിനറ്റ്ലി സാറ്, പിന്നെ നമ്മളെ ഫാമിലി എല്ലാവരും. പിന്നെ ഇതിന്റെയൊക്കെ പുറമെ നമ്മൾ നമ്മളോട് തന്നെ താങ്ക്ഫുൾ ആണ്. കാരണം നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വന്നല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ ആപ്റ്റ് ആയതുകൊണ്ടാണല്ലോ നമുക്ക് ഇതൊക്കെ കിട്ടി. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ആ ചെറിയ 2 മക്കളോടൊക്കെ ഭയങ്കര താങ്ക്സ് ആണ്. കാരണം അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ. മീൻസ് ഇപ്പൊ അവരും ഹാപ്പി ആയിരിക്കും, എല്ലാം ഓക്കെ ആണ്, നമ്മളെ ഫാമിലി മെമ്പേഴ്സിനും ഓക്കെയാണ് എല്ലാവർക്കും. ഞാനിപ്പോ എന്റെ വീട്ടിലാണ് ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ 2 മാസമൊക്കെ നിന്നാൽ തന്നെ എന്റെ ഇൻലോസ് വിളിക്കും, അങ്ങോട്ട് വരൂ, അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്രാവശ്യം അവര് നമ്മളെ വിട്ടു. മീൻസ് പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ട് വാട്ടോ. മീൻസ് അവര് പോലും മാറി. എനിക്ക് അവരടുത്തൊക്കെ അത്യാവശ്യം പ്രശ്നങ്ങൾ, മീൻസ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചൊരു ഫോർഗീവ്നെസ് ഒക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. ചിലപ്പോ അവരുടെ ഡ്രോപ്പ് ആയിരിക്കും. പക്ഷെ അപ്പൊ അവര് വരെ മാറി. അപ്പൊ അവര് വരെ അവരെ കാര്യങ്ങൾ നമ്മളടുത്ത് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള കുറെ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ എല്ലാവരും നമ്മളെ ഫാമിലീസ്, പിന്നെ ശരത് സാറ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ, ഈ പ്രത്യേകിച്ച് ശരത് സാറ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതിൽ വരൂ പോലും ഇല്ല. അങ്ങനെ അപ്പൊ നമ്മൾ ആദ്യ തുടക്കക്കാരൻ നമ്മൾ ഓർക്കണല്ലോ എപ്പോഴും ഫസ്റ്റിൽ തന്നെ. Thank you so much for sharing all this, like, gratitude. And then next, what is your next target and what is your next action plan? എന്താണ് അടുത്തൊരു ആക്ഷൻ പ്ലാൻ, എന്താണ് അടുത്ത ടാർഗറ്റ്, എന്താണ് ഇപ്പം 2025 ആയി, നമ്മളുടെ ഈ ഒരു അടുത്ത പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ഇത്രയും കോഴ്സ് എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? എക്സ്പാക്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സാം ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം, അതിൽ കയറണം, ആ ആ ഒരു ടാഗ് ഇടണം. അങ്ങനെയുള്ള മീൻസ് അത് എന്താ പറയാ, അതിപ്പം ഞാൻ വന്നിട്ട് അതിനുള്ള റിസൾട്ട് എനിക്ക് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പൊ അതന്നെയാണ് ഇപ്പൊ ഫോർ ദ ടൈം ബീങ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് ബാക്കി എന്താണ് എന്നുള്ളത്. അപ്പൊ അതത്രേ ഉള്ളൂ. സോ നസ്രീൻ, നമ്മുടെ ഈ ഒരു സെഷന്റെ പേര് ഇറ്റ്സ് മീ ദ റിയൽ മീ എന്നുള്ളതാണ്. അതായത് ഉം. ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നഷ്ടപ്പെട്ട നമ്മളെ
നമുക്ക് തിരിച്ചു പിടിക്കുക. യഥാർത്ഥ ഞാൻ ഇതാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സെഷനാണ്. ഈ യഥാർത്ഥ ഞാൻ ഇതാണ് ഏഹ്, എന്ന് ശരിക്കും ഫീൽ ചെയ്തോ? നിങ്ങളുടെ പ്രീവിയസ് അല്ലെ, നിങ്ങൾക്ക് യഥാർത്ഥ ഞാനിലേക്ക് പോകാൻ പറ്റിയോ? ശരിക്കും കിട്ടിയോ? ആ What do you അത് നമ്മളുടെ പാരന്റ്സ് എന്ന് പറയില്ലേ നമ്മള്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ പാരന്റ്സ് ഒക്കെ, എന്റെ പാരന്റ്സ് അടിപൊളിയാണ്. അവര് നമുക്കൊരു ട്രോമ, മീൻസ് എന്റെ ഒരു ഓർമ്മയിലൊരു ട്രോമ അവർ എനിക്ക് തന്നിട്ടില്ല. അവരെ നമ്മളിപ്പോ ഒന്നും കുറ്റപ്പെടുത്തിയിട്ടില്ല. അവരെപ്പോഴും എന്റെ മദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കെയർ ചെയ്ത്. എന്റെ ഉമ്മാനെ പ്രസവിച്ച് 3-ാമത്തെ ദിവസം മരിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഉമ്മാന്റെ വായിൽ ഞാൻ ഒരു പ്രശ്നം, ഉമ്മ അനുഭവിച്ചൊരു പ്രശ്നം ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ ഉമ്മ ഫുൾ ടൈം നമ്മളെ കൂടെ നിന്ന്. ഇപ്പൊ ഞങ്ങൾ 4 പേരാണ്, 6 വയസ്സിന്റെ ഡിഫറൻസിൽ 4 പേരെ ഉമ്മ അത്രയും നോക്കി. മീൻസ് അങ്ങനെയൊക്കെ അവർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഏഹ് അപ്പൊ നമ്മൾ ഇങ്ങനെ ദേഷ്യപ്പെടും. ഞാൻ ഉമ്മാന്റെ അടുത്തൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. അപ്പൊ ഉമ്മ പറയും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നു. അപ്പൊ ശരിക്കും നമ്മൾക്കിപ്പോ ഉമ്മാന്റെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ ഫാമിലീസിന്റെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളെ പാരന്റ്സ് ഹാപ്പിയാണ്. അത് മതിയല്ലോ നമുക്ക് എപ്പോഴും. നമ്മളെ പാരന്റ്സ് ആണല്ലോ ഹാപ്പി. പിന്നെ നമ്മളുടെ മക്കള്, ഇപ്പം ഹാജറവൻ പറഞ്ഞാല് നമ്മൾ അസറ്റ് നമ്മളെ മക്കളാണല്ലോ, അവര് ഹാപ്പിയാണ്. പിന്നെ നമ്മളെ പാർട്ട്ണർ ഒരു എക്സ്റ്റെന്റ് വരെ അയാൾ എൻ്റെ അടുത്ത് ഹാപ്പിയാണ്, ഞാൻ അങ്ങോട്ടാണ് ഹാപ്പി അല്ലാതിരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എപ്പോഴും ഇങ്ങനെ പറയും ഈ അടിപൊളിയാണ്, അനക്കല്ലേ നിന്നെ ഇഷ്ടപ്പെടാത്ത. മീൻസ് അതായത് ഞങ്ങൾ രണ്ടും രണ്ട് ദിശയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ തമ്മിൽ ആകെ ഒരു കോമൺ സാധനം ക്രിക്കറ്റ് കാണുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ ഞങ്ങൾ കോമൺ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ രണ്ടും രണ്ട് ദിശയിലാണ്. പക്ഷെ ഞാനിങ്ങനെ പോകുമ്പോ ഞാൻ അതും അലോ ചെയ്യണം. മീൻസ് ഞാൻ അയാളെയും കൂടി മനസ്സിലാക്കണം. അയാൾക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ആണ്, അപ്പൊ നമ്മൾ അയാൾ അങ്ങനെ വിടണം. അപ്പൊ ഞാനിങ്ങനെ നല്ലോണം സംസാരിക്കണം, അപ്പൊ ഇയാളൊന്നും സംസാരിക്കില്ല. പക്ഷെ ഇയാൾ നല്ലോണം കേൾക്കും, ഇങ്ങനെ ഇരുന്ന് കേൾക്കും. അപ്പൊ പ്രത്യേകിച്ച് ഈ സുധീർ സാറൊക്കെ ഇങ്ങനെ പറയില്ലേ, സുധീർ സാറും വൈഫിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കേൾക്കും. അതുപോലെ ആയ നല്ല അടിപൊളിയല്ലേ. ഞാൻ ഈ സുധീർ സാറിന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശരിക്കും ഒരു മോഡൽ കപ്പിൾസ് ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ശരിക്കും ആ ഒരു ജനറേഷൻ അതുണ്ട്, ഈ ഒരു ജനറേഷൻ അതില്ല. പിന്നെ ഞാൻ ഇതിൽ പറയാൻ വിട്ടൊരു കാര്യം, ഞാൻ നല്ലോണം റീൽസ് ഒക്കെ നല്ലോണം കാണുന്ന ആളാണ്. അപ്പൊ സാർ ആ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു അഡിക്ഷന്റെ ടാപ്പിംഗ് ഉണ്ടായിരുന്നല്ലോ. നമ്മളുടെ ഒരു അപ്പൊ ജെബിന് അച്ചപ്പ മുഖത്തൊക്കെ എടുത്ത് കളഞ്ഞ ആ ഒരു സെഷനില് ഞാൻ എടുത്ത് കളഞ്ഞത് ഈ ഇൻസ്റ്റാഗ്രാമായിരുന്നു. ഇന്നിപ്പോ ഒരു 2 months ഒക്കെ ആയിട്ടുണ്ടാവുമല്ലോ. ഇന്ന് വരെ ആ സാധനമായിട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സാധാരണ അതിലിരുന്ന് അതിലിരുന്നപ്പോ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ആ ആ ആ സാധനം വർക്കാവുണ്ടോ, അഡിക്ഷന്റെ സാധനം വർക്കാവുണ്ടോന്ന്. പിന്നെ ഇതിൽ ഈ എഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോണില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ആഗ്രഹം വേണം, നമ്മൾ സറണ്ടർ ചെയ്യണം. എന്താ പറയാ, നമ്മളത് എന്താ പറയാ, നമ്മൾക്ക് അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കണം. അപ്പൊ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഈ റീൽസ് കാണൽ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ടൈം കിട്ടുന്നതിന് എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എല്ലാവരും മറ്റേ ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത സമയത്ത് ഞാൻ എടുത്തത് ഈ ഇൻസ്റ്റാഗ്രാം ആയിരുന്നു. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം ആരെങ്കിലും എന്തെങ്കിലും ലിങ്ക് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ആ ലിങ്ക് ഗൂഗിളിൽ പോയിട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ആ ഗൂഗിളിൽ പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വരും. ഞാൻ അതിന്റെ കമന്റ് ബോക്സ് വായിക്കലില്ല, വേറെ റീൽസിലേക്ക് പോവലില്ല. എനിക്ക് തോന്നണില്ല, അതിലുള്ള ഹാപ്പിനെസ് എനിക്ക് നഷ്ടപ്പെട്ടു. മീൻസ് അത് നമ്മളൊരു സമയം കൊല്ലിയാണ് എന്നുള്ളൊരു എന്താ പറയാ ഒരു സംഭവത്തിലേക്ക് ഇപ്പൊ ഞാൻ എത്തി. അപ്പൊ ഈ അഡിക്ഷന്റെ ടാപ്പിംഗ് അടിപൊളി. എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ഈ അഡിക്ഷന്റെ ടാപ്പിംഗ് അടിപൊളിയല്ലേ, എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് എന്താ പറയാ ആ ഫോൺ യൂസേജ് ഇപ്പൊ എങ്ങനെയുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെ യൂട്യൂബിൽ വ്ളോഗ്സ് ഒന്നും കാണുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാം നല്ലോണം ഇരുന്ന് തോണ്ടിയിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ആ ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിലെത്തിയത്. അതും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ആ ഇൻസ്റ്റയിലേക്ക് ഞാൻ ഇത് അറിയ പോലും ഇല്ല. അപ്പൊ അങ്ങനെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ സെറ്റാണ്. ഇപ്പൊ കുറെ എന്താ പറയാ സെറ്റായി. വാട്ട് ഈസ് എ മിറക്കിൾ? എന്തെങ്കിലും മിറക്കിൾ ആയിട്ട് തോന്നിയിട്ടുള്ള, അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഓൾറെഡി ഇപ്പൊ പറഞ്ഞതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഈ ഒരു മിറക്കിൾ എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ? മിറക്കം തോന്നി കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ മുന്നേ എനിക്ക് 24 മണിക്കൂറല്ലേ നമ്മുടെ ലൈഫിലുള്ളൂ. പക്ഷെ ഇതിന് കോഴ്സിൽ വന്നതിന് ശേഷം ഞാൻ ഈ ഒരു 1.5 മണിക്കൂർ ഈ മോർണിംഗ് ക്ലാസ്സിൽ ഇരിക്കും. പിന്നെ ഇത്രയും ഈ ഹീലിംഗ് കുറെ ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്യും. ഈ ജേർണലിങ് എഴുതും, ഇത്രയും കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞാൻ പ്ലസ് എൻ്റെ എക്സാമിനുള്ള സ്റ്റഡീസ് ചെയ്യും. ഈ ഒരു 5 hour ഞാൻ എന്നും പഠിക്കാനായിട്ട് മാറ്റിയേക്കും. പ്ലസ് നമ്മളുടെ എല്ലാ ആക്ടിവിറ്റിയിലും നമ്മളെ പിള്ളേരെ കൂടെ ക്വാളിറ്റി ടൈം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മറ്റേ ഞാൻ കുറേ സമയം അവരെ കൂടെ ഉണ്ടെങ്കിലും ഞാനിങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. ഇപ്പം ഞാൻ ആ ഇറിറ്റേഷൻ എനിക്കില്ല. അവർ ഉറങ്ങാഞ്ഞാൽ എനിക്ക് ഇറിറ്റേഷൻ ആയിരുന്നു. എനിക്കൊരു ടൈം ഉണ്ട്, 11:30 അവർ ഉറങ്ങണം രാവിലെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വരും.
ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, കാരണം ഇവർ ഉറങ്ങിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല, എന്നാലും ഇവർ ഉറങ്ങാൻ എനിക്കൊരു ഇടങ്ങാറായിരുന്നു. ഇപ്പം അവർ ഉറങ്ങിയില്ലെങ്കിൽ ആ കുഴപ്പമില്ല, അവർക്ക് ഉറക്കണ്ടാവില്ല, മനുഷ്യന്മാരല്ലേ. അവർ അങ്ങനെ ഒരു പിന്നെ നമ്മൾ തന്നെ മിറാക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറണതാണ് ശരിക്കും മിറാക്കിള്. കുറെ കാര്യങ്ങൾ നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങുക അതൊന്നല്ല. ഈ ശരിക്കും മിറാക്കിളായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ. പിന്നെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ പറയണേ, പിന്നെ നമുക്ക് എന്താ പറയാ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ലൈഫിൽ കേൾക്കുള്ളൂ, കാണുള്ളൂ. പിന്നെ നെഗറ്റീവായ ആൾക്കാർ, നമ്മൾ നെഗറ്റീവ് കേൾക്കുന്ന ആൾക്കാരൊക്കെ പിന്നെ അവരെന്തോ നമ്മളെ ഇതിന് കോണ്ടാക്ട് ഇല്ല വിട്ടു പോണ പോലൊക്കെ തോന്നും. മീൻസ് ഇപ്പൊ നമ്മളടുത്ത് എന്ന് വന്നിട്ട് സംസാരിക്കുന്ന ആൾക്കാർ, നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ, പക്ഷെ നമ്മൾക്ക് അവരോട് പറയാനും പറ്റില്ല നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്, അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്പൊ അവര് ബിസിയായി, അപ്പൊ നമുക്ക് അവരുടെ നെഗറ്റീവ് ഒന്നും കേൾക്കണ്ട, അങ്ങനത്തെ കുറച്ച് മിറാക്കിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഇങ്ങനെ നടക്കാൻ അടുത്ത ആഴ്ചയൊക്കെ നടക്കും. മീൻസ് അതിന്റെ കാശൊക്കെ എന്റെ ഗൂഗിൾ പേയിൽ എത്തിയിട്ടുണ്ട്, അതിങ്ങനെ നടന്നിട്ട് പറയുന്നത്. അപ്പൊ അതെനിക്കൊരു ഈ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും അല്ലായിരുന്നു. പക്ഷെ നടക്കും നടക്കും എന്നൊക്കെ പറയുമ്പോ നടന്നല്ലോ, ഇനിയിപ്പോ എന്തായാലും ലോജിക് വെച്ച് ചിന്തിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, ഇനി മാജിക്കിൽ അങ്ങോട്ട് വിശ്വസിക്കുക എന്നുള്ളൊരു ഫീലില് അത് നടക്കാനായി ഏകദേശം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫോഗിനെസ് കൊടുത്തപ്പോ ഹസ്ബൻഡിന് പ്രൊമോഷൻ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഒരു മിറാക്കിൾ ആയിട്ടാണ് തോന്നുന്നത്. മേ ബി ഞാൻ ഈ പറഞ്ഞ ഇവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടായിരിക്കും ചിലപ്പം അയാൾക്ക് പ്രൊമോഷൻ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ തന്നെ കിട്ടേണ്ടതായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ ഈ പ്രതികാരദാഹിയായിട്ട് ഇങ്ങനെ നടക്കണോണ്ടായിരിക്കും ആൾക്ക് കിട്ടാതെ പോയത്. അത് എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ശാപം കൊണ്ടാ എനിക്ക് കിട്ടാതെ പോണതെന്ന്, ഇനി എന്ത് കോഴ്സ് എന്നാലും ജോയിൻ ചെയ്തോ, കാരണം കുറച്ച് മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുള്ളൂ ഇപ്പൊ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ തന്നെ മിറാക്കിളാണ്. ഞാൻ മാറി, അതന്നെ മിറാക്കിള്. വെരി ഗുഡ്, വെരി ഗുഡ്. ഏറ്റവും വലിയ റിയലൈസേഷൻ, അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഞാനാണ് മാറേണ്ടത്, അല്ലെങ്കിൽ ഞാൻ മാറിയാൽ എല്ലാം മാറും എന്നുള്ള ആ ഒരു വലിയൊരു ബ്യൂട്ടിഫുൾ മെസ്സേജ് അല്ലേ. സോ ഈ ഒരു കോഴ്സ് നസ്രീൻ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നസ്രീൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ലൈക്ക് ബിക്കോസ് നസ്രീൻ ആൾസോ സ്റ്റഡിയിങ് ആൻഡ് എക്സാം പഠനത്തിനൊക്കെ ശരിക്കും ഇത് ഹെൽപ്പ് ചെയ്യുമോ, എന്താണ് തോന്നുന്നത്? കാരണം നമുക്കൊരു സ്റ്റുഡൻസ് ബാച്ച് വരുന്നുണ്ട് ഈ 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ എന്താണ് പറയാനുള്ളത് അവരോട്? ശരിക്കും ആ സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ശരിക്കും ലക്കിയാണ് ഇപ്പോഴുള്ള സ്റ്റുഡൻസ്, കാരണം അവർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കില്ല, നമ്മൾ ഇതൊക്കെ ടെൻഷൻ അടിച്ച് പഠിച്ച് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പാസ്സാവുന്നത്. പക്ഷെ ഇതിൽ വന്നിട്ട് നമ്മൾ ഈ ഓരോ സാധനങ്ങളും ബ്ലോക്ക് എടുത്ത് കളയണ സമയത്ത് നമുക്ക് നമ്മളുടെ മീൻസ് നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്തുള്ളൊക്കെ ഓരോ ചെറിയ ചെറിയ ട്രോമകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കളയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു സുധീർ സാറ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ സബ്ജക്റ്റിനോടുള്ള ആ ഒരു വെറുപ്പ് മാറും. ഈ സബ്ജക്റ്റിനോടുള്ള പ്രശ്നം അത് പഠിപ്പിച്ച ആളോ അല്ലെങ്കിൽ അതുമായിട്ട് ആ ക്ലാസ്സിൽ എന്തെങ്കിലും സംഭവിച്ച റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ ഈ കോഴ്സ് ചെയ്യുന്ന സമയത്താണ് ഞാൻ എക്സാം പോയി എഴുതിയിട്ടുള്ളത്. അപ്പൊ അതൊന്നും മീൻസ് അതൊക്കെ നമുക്കൊരു സെൽഫായിട്ട് നമുക്ക് തോന്നും, നമുക്ക് എക്സാം എഴുതണം, നമ്മൾ പാസ്സാവണം. സാധാരണ എക്സാം ഹോളിൽ ഇരുന്നാൽ എനിക്ക് ടെൻഷൻ അടിച്ച് ഞാൻ അത് അവിടെ ഒരു സ്റ്റോറിയും കൂടി പറയാനുണ്ട്. ടെൻഷൻ അടിച്ച് ചാവേണ്ട ആളാണ് ഞാൻ. അതിങ്ങനെ വേർക്കും, കയ്യും കാലൊക്കെ വേർക്കും. അപ്പൊ ഞാൻ ഈ പുറത്തിരുന്ന് നമ്മൾ ആ ഒരു കറക്റ്റ് എൻട്രി സമയത്ത് ഒരു ഉള്ളിൽ കയറ്റുള്ളൂ. അപ്പൊ കുറെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു വന്നത്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അയാൾ ചോദിക്കണം EFT ചെയ്തിട്ടുണ്ടോ എന്ന്, ഒരു തമിഴ് ഒരാളിനോട് ചോദിക്കണം. അപ്പൊ അവർക്കും ഇത് അറിയാം, അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. ഒരു വയസ്സനായ ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള എക്സാമുകളൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റി. അപ്പം നമുക്ക് ടെൻഷൻ, നമ്മൾ ശരിക്കും നമ്മൾ പഠിച്ചിട്ട് ഉണ്ടെങ്കിലും നമ്മൾക്കത് അറിയണില്ലല്ലോ. അതായത് മീൻസ് നമ്മൾ ആ എക്സാമുകളിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അറിയെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ പല ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഇതിൽ നിന്ന് മാറിക്കിട്ടും, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് അങ്ങനത്തെ ടെൻഷനൊക്കെ മാറി. ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടി എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കണോണ്ടാണോ എന്താ അറിയില്ല, പക്ഷെ ഇതൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വെരി ഗുഡ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനൊക്കെ ശരിക്കും നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകും. കാരണം നസ്രീൻ ഇപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസിന് ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സ് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് വാട്ട് ഈസ് ദ മെസ്സേജ്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു അതേഴ്സ് ഹു ആർ സ്ട്രഗ്ലിംഗ്? ഇപ്പൊ നമ്മുടെ കോഴ്സ് ചെയ്തിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും, അപ്പോൾ അതേപോലെ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ
ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസിന് വിട്ടു തരികയാണ്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഇവിടെ ഈ കോഴ്സ് ചെയ്തിട്ട് തന്നെ? ചില ആൾക്കാർ എന്താ വെച്ചാൽ വേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കൊരു ടേണിംഗ് പോയിന്റ് കിട്ടി, അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ചിലപ്പം, അല്ലെങ്കിൽ ഓൾറെഡി നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി ഇപ്പം ഇതിൽ നിൽക്കാതെ. പക്ഷെ നസ്രീൻ സ്റ്റിൽ ആക്റ്റീവ് ആണ്. സോ എന്ത് മെസ്സേജ് ആണ് പറയാനുള്ളത് സ്ട്രഗിൾ ചെയ്യുന്നവരോട്? നമ്മളിങ്ങനെ വെറുതെ സ്ട്രഗിൾ ചെയ്ത് നമുക്ക് ശരിക്കും നമ്മൾ ഈ സാറ് പറഞ്ഞ ക്ഷമിക്കലും സൈക്കിളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് വേറെ തന്നെയാണ്, സഹിച്ചു നിൽക്കൽ വേറെ തന്നെയാണ്. അപ്പൊ നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ ഒക്കെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ ലാസ്റ്റ് നമ്മളിത് പൊട്ടിത്തെറിക്കും. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാം, നമ്മുടെ ലൈഫിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റക്ക് ആവും. ഇപ്പൊ വാശിയിൽ ഇങ്ങനെ ജീവിച്ചു വരുന്ന ആൾക്കാരാണെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളുടെ ആ വാശി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകില്ല. അതൊക്കെ നമ്മളുടെ ഒരു നെഗറ്റീവായിട്ട് നമുക്കിങ്ങനെ വരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഇതിൽ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ട്രോമാസ് എവിടെ കിടക്കണം എന്നുള്ളത് ഒരു ഫീൽ വരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന പോലെ ഒരു പ്രേതങ്ങളൊക്കെ ആവാഹിച്ച് കൊണ്ടുവരില്ല നമ്മൾ ചില ഇതിലൊക്കെ. അങ്ങനെ നമ്മൾ ഇതിനെ എടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇങ്ങനെ പ്രേതങ്ങളൊക്കെ ഇങ്ങനെ അലിഞ്ഞ് നടക്കണേ, അപ്പൊ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ അങ്ങനെ ആയിട്ട് ഫീൽ ചെയ്യുക. പിന്നെ കുറെ പൂജാരികൾ വന്നിട്ട് ഇങ്ങനെ ഹോമം ചെയ്യണ്, അപ്പൊ നമ്മളത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് പോവൂല പോവൂല എന്നൊക്കെ പറയല്ലോ. മീൻസ് അവര് പറയല്ലോ അങ്ങനെ ഒഴിഞ്ഞു പോന്ന് പറയുമ്പോൾ പോവൂല പോവൂല എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫീൽ എടുക്കുക. അപ്പൊ നമ്മളുടെ ഇന്റൻസിറ്റി 0 ആയിട്ടില്ല. അപ്പൊ ലാസ്റ്റ് ഒന്ന് ഒതുങ്ങും, നമ്മളുടെ ഫീലിങ്സ് ഒന്ന് ഒതുങ്ങും. അപ്പൊ അതുപോലെ ഈ പ്രേതങ്ങളൊന്നും ഒതുങ്ങിയിരിക്കുമല്ലോ കുറേ സമയം ഇവര് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ആ ഒതുങ്ങുന്ന വരെ നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ലാസ്റ്റ് ഒതുങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അയാളോട് മീൻസ് ആ ഒരു പ്രേതത്തിനോട് അവർ ചോദിക്കില്ല, നിങ്ങൾക്ക് ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നൊക്കെ പറയല്ലോ. അതുപോലെ നമ്മളുടെ ആ ആളെ വിഷ്വലൈസേഷൻ കൊടുത്തിട്ട് ആളോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, അയാളോടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തിട്ട് അവരങ്ങോട്ട് വിടുക. അപ്പൊ ലാസ്റ്റ് ആ ഫിലിമിൽ കാണിക്കില്ല, സ്റ്റാർ പോലെ ഇങ്ങനെ മുകളിൽ ഒരു മെമ്മറി പോലെ, മീൻസ് ഒരു തിളക്കുള്ള സാധനം പോലെ, അതുപോലെയാണ് ഈ സാധനം. അപ്പൊ നമ്മളുടെ ആ ഇമോഷൻ അതിന് കട്ടായിട്ട് നമുക്ക് എന്താ പറയാ, ആ ഒരു മെമ്മറി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു സംഭവമാണ് EFT എന്നങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മാജിക് ആണ്. ശരിക്കും ആ മാജിക്കില് നമ്മൾ വിശ്വസിക്കണം. അല്ലാണ്ട് ഇതിലെന്താ, ഇവിടെ തട്ടിയാൽ എന്താ അവിടെ കൊട്ടിയാൽ എന്താ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഞാൻ അങ്ങനെ വിചാരിച്ച ഒരാളാണ്. പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സിലായത്, ഇങ്ങനെ ഈ ഒരു സംഭവത്തില് എനിക്ക് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അത് അങ്ങനെ എടുത്തത്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മൾ ആ ഒരു ഫാന്റസി വേൾഡിൽ നിൽക്കുക. എന്തായാലും നമ്മൾ ഇതില് മീൻസ് നമ്മൾ സ്ട്രെസ്ഡ് ആണ്. പിന്നെ അതുപോലെ ഇപ്പം ഞങ്ങളെ ബാക്കിൽ സൂരജ് സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ലാസ്റ്റ് ക്ലാസ്സിൽ ഫീഡ്ബാക്ക് പറഞ്ഞ ഒരാള്, ഒരു അപ്പം മറിച്ചിട്ട പോലെ ആയി ലൈഫ്, ഇത്ര 40-45 കൊല്ലം, അങ്ങനെ ഒരാളുണ്ടല്ലോ. അപ്പൊ അയാൾ ഒരിക്കൽ പറഞ്ഞു ഇങ്ങനെ നമ്മളുടെ പ്രാക്ടീസ് സെഷനിൽ പറഞ്ഞു, എന്താ പറയാ, വയലാറ് തോറ്റു EFT ജയിച്ചു എന്ന്. കാരണം വയലാറിന്റെ ഒരു വരി അയാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വരി എനിക്ക് ഓർമ്മയില്ല, എന്താണ്, മറക്കാൻ മറക്കാൻ പറയുവാൻ എന്തെളുപ്പം, അതിലും എളുപ്പം ജനിക്കാതിരിക്കലാണ്, മറവിതൻ മാറിടങ്ങൾ മയങ്ങുമ്പോൾ ഓർമ്മ വന്നിട്ട് വിളിക്കുന്ന, അങ്ങനത്തെ ഒരു എന്തൊരു വരിയുണ്ട്. അപ്പൊ അത് പറഞ്ഞേ, വയലാറ് തോറ്റു EFT ജയിച്ചു. ശരിക്കും വയലാറ് തോറ്റെടുത്താൽ നമ്മൾ EFT കൊണ്ട് നമുക്ക് പൊറുക്കാനും പറ്റും മറക്കാനും പറ്റും എന്ന് പറഞ്ഞാൽ തന്നെ EFT ഉണ്ടെങ്കിൽ നമുക്ക് മറക്കാനും പറ്റും പൊറുക്കാനും പറ്റും, നമുക്ക് ലൈഫിൽ ഒക്കെ അച്ചീവ് ചെയ്യാനും പറ്റും. അതാണ് എനിക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. ഇനി ഓഡിയൻസിന് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്നത്തെ നമ്മുടെ ഒരു ഇന്ററാക്ഷനോട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കാം. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും പ്രശ്നങ്ങളോട് കടന്നു പോകുന്നുണ്ടെങ്കിൽ നസ്രീനോട് ചോദിക്കാം. നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും. നസ്രീൻ്റെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, നോളജ് വെച്ച് നിങ്ങൾക്ക് അത് പറഞ്ഞു തരും, ഗൈഡ് ചെയ്തു തരും. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഈ പറഞ്ഞിരിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും ഒരു അല്ലെ നല്ലൊരു സ്റ്റോറി ടെല്ലറാണ്. ഒരുപാട് രസകരമായ എക്സാമ്പിൾസിലൂടെ കഥകൾ പറഞ്ഞിട്ട് കൊണ്ടുപോയി നമ്മളെ. താങ്ക് യു നസ്രീൻ ഫോർ ജോയിനിങ് ഹിയർ. യു ആർ എ ഗുഡ് ടീച്ചർ. നല്ലൊരു ടീച്ചറാണ്. നല്ല രീതിയിൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യനുകളിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാം. എങ്ങനെയാണ് ഏതെങ്കിലും മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നം, ഫോർ എക്സാമ്പിൾ പറഞ്ഞു അഡിക്ഷന്റെ പ്രശ്നം പറഞ്ഞു അല്ലെ, ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ പറഞ്ഞു. നസ്രീൻ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെ പരിഹരിച്ചു നോക്കാം. ഒന്ന് എക്സാമിന്റെ ഫിയർ ഉണ്ടായിരുന്നു, അത് പറഞ്ഞു. ഇന്റർവ്യൂസിന്റെ ഫിയർ ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ എക്സാമിന് പഠിക്കാൻ പറ്റാത്ത ഫിയർ ഉണ്ടായിരുന്നു. സെൽഫ് ലവ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. സ്വയം വെറുക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് പേരോട് വെറുപ്പ് വിദ്വേഷം പകയൊക്കെ ഇങ്ങനെ പുറത്തു കൊടുക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം തരണം ചെയ്തു. അതേപോലെ പറഞ്ഞൊരു കാര്യമാണെന്ന് വെച്ചാൽ ഡിപ്രഷന്റെ അല്ലെങ്കിൽ ഒരു ചെറിയ വല്ലാണ്ട് മനോവിഷമവും ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു.
അസുഖങ്ങൾ ഓവർകം ചെയ്ത കാര്യം പറഞ്ഞു. ഒരുപാട് തലങ്ങളിലൂടെ നസ്രീൻ നമ്മളെ കൊണ്ടുപോയി. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അപ്പോ ഒരുപാട് പറയാനുണ്ട്, ഇനിയും ഒരുപാട് പറയാനുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് കണക്റ്റഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഷീ ഈസ് വെരി കേപ്പബിൾ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഐ എം എക്സൈറ്റഡ്. എനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം, എന്ത് ടെക്നിക്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, anybody have any questions? Thank you, Sudhir sir. Congratulations. Thank you for the jovial and beautiful session, Nasrin. Sudhir sir പറയുന്നു, a good storyteller. Zia പറയുന്നു, very good, fantastic. Yeah. So power of EFT, very good. How to get out of the doubt depth എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിദ്ദീഖ് സാർ ചോദിച്ചിട്ടുണ്ട്. നസ്രീൻ അത് പറയാൻ കഴിയോ? കടങ്ങളിൽ നിന്ന് എങ്ങനെ മറികടക്കാം? നമ്മുടെ കോഴ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അത് റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? അത് ഈ എനിക്ക് കടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞാൻ എത്താത്തത് കൊണ്ട് ഈ മണി ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഈ ഫോഗിനെസിന്റെ പ്രശ്നം കൊണ്ടാണ്. നമ്മൾ ചിലപ്പം ഈ മണി എപ്പോഴെങ്കിലും നമുക്ക് പൈസ കിട്ടാത്തപ്പോൾ നമ്മൾ പൈസ ഇല്ല അങ്ങനെ പൈസനെ കുറ്റപ്പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആ മണി റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെടുത്ത് ഹീൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് മീൻസ് പൈസ കിട്ടാതെ ഉള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കര വിഷമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പൈസ കിട്ടാതെ ഇരുന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ചെറുപ്പത്തിലൊക്കെ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് ഹീൽ ചെയ്താൽ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നസ്രീൻ. ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അതായത് നസ്രീൻ ഏതൊരു ഫണ്ട് വന്നു എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ആ ആ ആ അപ്പൊ അതിന് നസ്രീൻ എന്ത് ചെയ്തിട്ടായിരിക്കും ആ ഫണ്ട് വന്നതെന്ന് തോന്നുന്നുണ്ടോ? അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ആണോ, ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ്? ഞാൻ മീൻസ് എനിക്ക് അങ്ങനെ ഒരു ഫിയർ ഉണ്ടായിരുന്നു. മീൻസ് ആ ഒരു സംഭവത്തിനോട് എനിക്ക് കുറച്ച് ഫിയർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫിയർ ഞാൻ എടുത്തു കളഞ്ഞു. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്ക് മീൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അതിനെ പറ്റി മണീനെ കുറിച്ച് എനിക്ക് അത്ര പറയാൻ അറിയില്ല. കാരണം ഞാൻ അത്ര മണീന്റെ ആ ഒരു സംഭവത്തേക്ക് പോകാത്തത് കൊണ്ട് എന്റെ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. ഈ പൈസ റിലേറ്റഡ് ആയിട്ട് എനിക്ക് എന്റെ ഫാമിലിയിൽ നിന്നും ഇല്ല എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്നും എനിക്ക് മണി ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അത്ര ഡെപ്തിൽ പറയാൻ അറിയില്ല. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു ഫോർ ബീങ് സോ ഹോണസ്റ്റ് ആൻഡ് ഹംബിൾ. നെക്സ്റ്റ്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? രൂപേ സാർ പറയുന്നു, ഗുഡ് രൂപേ മോർണിംഗ്. സാർ പറയുന്നു. ഗുഡ് മോർണിംഗ് സാർ. യെസ്, ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ്. എനിക്ക് സാറോടും നസ്രിനോടും കൂടിയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഞാൻ തുടക്കത്തിൽ ഇതിലുണ്ടായിരുന്നു, പിന്നെ ഇവിടുത്തെ ഞാൻ ദുബായിലാണ്. പ്രയർ ടൈം ആയപ്പോൾ ഞാൻ ലീവ് ചെയ്തപ്പോൾ വീണ്ടും ജോയിൻ ആയതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ നമുക്ക് ഉറക്കം കുറയുന്ന ഒരു ഇതുണ്ട്. എന്താ, എനർജി കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉറക്കം കുറയും. ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തെളിഞ്ഞ് പെട്ടെന്ന് ഉണരും. അപ്പം പിന്നെ ആ ഒരു ഇതിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും ആ ഒരു ഇതിങ്ങനെ മനസ്സിനെ അലട്ടുന്നുണ്ട്, ഉറക്കം കുറവാണല്ലോ എന്ന്. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഒക്കെ പറഞ്ഞു ഉറക്കം കുറവാണ്, ഇത്ര ഉറങ്ങിയാൽ പോരാന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് നമുക്കൊരു പ്രശ്നം, എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ അത് അതേപോലെ തന്നെ ഇറ്റ്സ് ഓക്കെ പറഞ്ഞാൽ അത് ചെയ്യാണോ വേണ്ടത്, അല്ലെങ്കിൽ അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവും എങ്ങനെയാണെന്നുള്ളത് സാറോ ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. ഓക്കെ. നസ്രീൻ എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടോ? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ഉറക്കവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിതുപോലെ കുറച്ച് ഉറങ്ങുന്ന ആളായിരുന്നു. മീൻസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫാമിലിന്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയി. ഗ്രാൻഡ് ഫാദർ പറയായിരുന്നു അവളുടെ അടുത്ത് ചോദിച്ചാൽ മതി എത്ര തേങ്ങ പറമ്പിൽ വീണെന്ന്. കാരണം അത്രയും ഞാൻ എണ്ണിയിരിക്കുന്നു. മീൻസ് അത് എനിക്ക് ഉറക്കമില്ലായിരുന്നു. അപ്പൊ ഞാൻ അതായത് ഈ സ്ട്രെസ് വരുമ്പോഴാണ് എനിക്ക് ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട് വന്നത്. ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ശേഷം 11 മണിയാകുമ്പോൾ ഞാൻ തൂങ്ങൽ തുടങ്ങും. ഒരു 12 മണി വരെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ട് 11 മണിന്റെ ശേഷം ഞാൻ പ്രൊഡക്റ്റീവ് അല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. വീണ്ടും ഒരു മനസ്സമാധാനത്തിൽ ഞാൻ പഠിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇരിക്കുക എന്നുള്ളതുള്ളൂ. പക്ഷെ എനിക്കത് ചില ആൾക്കാർക്ക് ഇപ്പൊ അത് ഉറങ്ങണം എന്ന് തോന്നുന്നുണ്ടാവും, ചിലർക്ക് അത്ര ഉറങ്ങിയാൽ മതി എന്നായിരിക്കും. പക്ഷെ നമ്മളത് എഫക്ട് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മളത് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ഉറക്കം കിട്ടാത്തത് ടെൻഷനായിട്ട് ഉറക്കം കിട്ടാത്തതാണെങ്കിൽ നമ്മളുടെ ട്രോമാസ് നമ്മൾ ഹീൽ ചെയ്യുന്ന വേണം. അപ്പൊ ഞാൻ അങ്ങനെ ഉറങ്ങി എണീക്കുന്ന ഒരാളാണ്. 5 മണിക്ക് ഞാൻ എണീക്കല്. എനിക്ക് 5 മണിക്ക് ഭയങ്കര പേടിയായിരുന്നു. 5 മണിക്ക് കുറെ എന്താ പറയാ മരണങ്ങളും കുറെ അങ്ങനത്തെ ബാഡ് ന്യൂസ് വന്ന് വന്ന് ഞാൻ 5 മണിനെ വെറുത്തു പോയ ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഇതിൽ വന്ന് അതൊക്കെ ഞാൻ ആ ട്രോമാസ് ഒക്കെ ഹീൽ ചെയ്ത സമയത്ത് എനിക്ക് 5 മണിക്ക് എണീക്കാൻ പറ്റുന്നുണ്ട്, നേരത്തെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങുന്നുണ്ട്.
പിന്നെ കൊതു കടിച്ചാൽ അങ്ങനെയൊക്കെ എണീക്കണുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ എണീറ്റ് തേങ്ങ വീഴുമ്പോഴത്തേന് അടക്ക വീഴുമ്പോഴത്തേനും കണ്ണുറക്കണമൊന്നുമില്ല. ഇപ്പൊ അതിലൊക്കെ നല്ല മാറ്റമുണ്ട്. അപ്പൊ ഉറക്കില്ല നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും ഉണ്ടാവും. അത് നമ്മളെടുത്ത് ഹീൽ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഓക്കെ, വെരി താങ്ക് ഗുഡ്. യു. ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ നസ്രീം പറഞ്ഞതിൽ ഒരു കാര്യം, എന്തെങ്കിലും നിങ്ങളെ കൺസേൺ ആക്കുന്ന കാര്യങ്ങളുണ്ടോ? ഓക്കെ, നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ എനർജി കൂടിയിട്ടാണ്. നമ്മുടെ നസ്ര മാം ആക്ച്വലി EFT ചെയ്ത ആളാണോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.5 വർഷമായി ചെയ്തിട്ട്. 1.5 വർഷമായി ചെയ്തിട്ട് പ്രാക്ടീസസ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഡെയിലി ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഓക്കെ. സോ എനർജി കൂടിയിട്ട് ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുള്ള സംഗതി, നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത്? ഞാൻ രാത്രി പിന്നെ നേരത്തെ ഉറങ്ങാറുണ്ട്. 10-10:30 ആകുമ്പോൾ ഉറങ്ങും. 10 പിന്നെ ആ, എത്ര മണിക്ക് എണീക്കുന്നത്? രാവിലെ രാവിലെ പിന്നെ ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഒരു 3 മണിയായപ്പോ ഉണർന്ന്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞ നേരത്താണല്ലോ. ഹസ്ബൻഡ് ഞാൻ ഉണരുമ്പോ അദ്ദേഹം ഉണരും. കുറച്ചും കൂടി ഉറങ്ങിക്കോ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് എണീറ്റ് നല്ല എനർജിയോട് കൂടിയാണ് ഉണർന്നത്. ഞാൻ ചായ ഒക്കെ കുടിച്ച് പിന്നെ വീണ്ടും പോയി കിടന്ന് പിന്നെ 4 മണിക്ക് വീണ്ടും ഉണർന്ന്. അങ്ങനെ പിന്നാണ് ഞാൻ സാറിന് മെഡിറ്റേഷന്റെ ക്ലാസ് ഉണ്ടോ നോക്കിയപ്പോ 4:30 ഉണ്ട്. അപ്പൊ UAE ടൈം ഇവിടുത്തെ 4:30 ഉണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് മെഡിറ്റേഷൻ കഴിഞ്ഞു. അങ്ങനെ വീണ്ടും ഇവിടുത്തെ 5:50 വരെ ഞാൻ ഇരുന്നു. ടൈം ആയപ്പം പോയിട്ട് വീണ്ടും പോയിട്ട് ഉറങ്ങി. അതിങ്ങനെ അലട്ടുന്നുണ്ട്, ഉറക്കം കുറവാണല്ലോ എന്ന്. പക്ഷെ എനിക്ക് പ്രശ്നമില്ല. ഹസ്ബൻഡിനെ ഞാന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പോയിട്ട് ഉറങ്ങും. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഞാൻ ഓക്കെയാണ്. അപ്പൊ അതിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ എണീറ്റിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന പ്രാക്ടീസുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. സോ ആ ലെവലിൽ ആ സമയം നിങ്ങൾക്ക് അതിന് ഉപയോഗപ്പെടുത്താം. അങ്ങനെ നിങ്ങളുടെ ശരീരം, ബോഡിക്ക് ഉറക്കം ആവശ്യമുണ്ട് എന്നൊരു തോന്നല് നിങ്ങൾക്കുണ്ടാകും, നിങ്ങളെ ബാധിക്കുന്ന ഒരു സ്റ്റേജ് എത്തുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ, നിങ്ങൾ നേരത്തെ എണീക്കുന്നു. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹസ്ബൻഡ് എന്താ പ്രൊഫഷൻ, എന്താ ജോലി, എന്താ? ബിസിനസ് ആണ്, ബിസിനസ്. ബിസിനസ് ആണ്. ഹസ്ബൻഡിന് കൃത്യമായിട്ട് 6 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഓക്കെ എന്ന് പറയലുണ്ട്. അല്ലെങ്കിൽ ഒരു ഇതാവും, കറക്റ്റ് 6 മണിക്കൂർ വേണമെന്ന് പറയും. അപ്പോഴും ഞാൻ പറയൂ, നിങ്ങൾ EFT ചേർന്നോളൂ. ഇന്ന് ഒക്കെ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം ആൾക്ക്. EFT ചെയ്യാൻ തന്നെ എന്നെ പഠിപ്പിച്ചു തരും. എല്ലാ കാര്യങ്ങളും ഒക്കെ ഫുൾ കാര്യങ്ങളും അറിയാം. EFTനേക്കാളും എന്താ പറയുക, അഡ്വാൻസ് കുറച്ച് ലെവലൊക്കെ അറിയാം. ആള് കുറച്ചൊരു പെർഫെക്ഷനിസ്റ്റ് അല്ലേ? അതെ, അതെ. ആ പെർഫെക്ഷനിസം എന്ന് പറയുന്ന ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് വരുന്നത്. പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ചാലഞ്ച് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതെ, അപ്പോൾ അതെ. അങ്ങനെയുള്ള ആൾക്കാർ എന്താ വെച്ചാൽ പൊതുവെ ഇങ്ങനെ ഒരു ദേ ടെൻ ടു മറ്റുള്ളവരെന്ത് ചെയ്യും, മറ്റുള്ളവരുടെ ലൈഫും അങ്ങനെ ആവണം, അല്ലെങ്കിൽ അതെ, അവരുടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസിനെ ജഡ്ജ് ചെയ്യും. അപ്പൊ ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളല്ല, ജഡ്ജ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സംഗതികൾ ജഡ്ജ് ചെയ്യും. എന്നിട്ട് അതിലെന്ത് വെച്ചാൽ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് വെച്ചാൽ അദ്ദേഹം കുറച്ച് എന്താ വെച്ചാൽ നിങ്ങളെ കെയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബാധിക്കുമെന്നുള്ള കൺസേൺ. ഓവർ കെയറിങ് ആണ്, അതാണ് പ്രശ്നം. അങ്ങനല്ല. ഈ ഓവർ കെയറിംഗ് വരുന്നത്, അത് അദ്ദേഹം ആക്ച്വലി അത്രയും കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ഈ ഒരു പെർഫെക്ഷനിസം തിങ്കിങ് ഒന്ന് കാം ഡൗൺ ആക്കിയില്ലെങ്കിൽ ഇത് ആക്ച്വലി ബാധിക്കുക നിങ്ങളെയല്ല, അദ്ദേഹത്തെയാണ് ബാധിക്കുക. അതെ, അതെ, ശരിയാണ്. ഞാൻ ബിക്കോസ് പറയാറുണ്ട് എനിക്ക് പ്രശ്നമല്ല, ആ അങ്ങനത്തെ പ്രശ്നമാവാൻ പറയലുണ്ട് ഞാൻ. ആ. അപ്പൊ ഹീസ് കൺസേൺഡ്, ഹീസ് വറീഡ്. അപ്പൊ അദ്ദേഹത്തിനെയാണ് അത് ബാധിക്കുക. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പം ഈ ഒരു ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ഓക്കെയാണ് എങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഫുള്ളി എനർജറ്റിക് ആണ്, പിറ്റേ ദിവസം അത് ബാധിക്കുന്നില്ല. നിങ്ങളുടെ പിറ്റേ ദിവസമുള്ള പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല. നല്ല എനർജിയാണ്, ഉഷാറാണ്, ഓക്കെയാണ്. ഈ ഒരു സമയം പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഗതികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ മെഡിറ്റേഷനോ അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ ആത്മീയപരമായിട്ടുള്ള പ്രാർത്ഥനകൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പ്രൊജക്ട് പ്ലാൻ ചെയ്യാനോ സംഗതികൾക്കോ, നിങ്ങളുടെ ദിവസങ്ങൾ പ്ലാൻ ചെയ്യാനോ ഒക്കെ, നിങ്ങളുടെ എഴുത്തിനോ സംഗതി, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാനൊക്കെ ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു സംഗതിയിലേക്ക് നിങ്ങൾക്ക് അത് പോകാൻ പറ്റുന്ന നല്ല എനർജിയാണ്. ഡെയിലി EFT പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള മിറക്കിൾസ് ഉണ്ടാവും. അവരുടെ അതെ, അതെ. എനർജി ആയിരിക്കും. സോ ടേക്ക് ഇറ്റ് ആസ് എ പോസിറ്റീവ്. അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. പിന്നീട് മനസ്സിലൊരു കൺസേൺ ഉണ്ട്, ഇങ്ങനെ വറീഡ് ആവുമെന്നുള്ളത്. അപ്പൊ അതെന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓക്കെ, ഞാനത് വറീഡ് ആവേണ്ട ആവശ്യമില്ല. അത് ഹസ്ബൻഡ് വറീഡ് ആവുന്നത് കൊണ്ട് ഹസ്ബൻഡിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പം സംഗതിയാണ്. അവരെ ഒന്ന് അവര് വിഷമിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് ഒന്ന് മൂപ്പരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പോയി കിടന്നുറങ്ങും. പക്ഷെ ഉം. അതാണ് സംഭവിക്കുന്നത്. ഞാൻ ഉറങ്ങാതെ നിന്നിട്ട് എന്നെ പറയും, നീ പിന്നെ
ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ എന്നെ ബാധിക്കുക, എന്റെ മൊത്തം ലൈഫ് ഇതാവും എന്ന് പറയും. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് പോയി കിടക്കും. അതൊക്കെയാണ് സംഭവിക്കുന്നത്. ഉം. അദ്ദേഹം വെച്ചാല് ജസ്റ്റ് ലെറ്റ് ഹിം ഡു ദ എന്താ പറയുക EFT കോഴ്സിലേക്ക് അദ്ദേഹത്തോട് വരാൻ പറയും. അദ്ദേഹം വന്നു കഴിഞ്ഞു പക്ഷെ ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ടൈമില്ല. ആ ഒരു ടൈം ഇരിക്കാനെന്ന് പറയേ, ഞാൻ റഫീഖ് സാർ ഇതിലാണ് ഞാൻ ചെയ്തത്. അപ്പോ അങ്ങനെ ഞാൻ പിന്നെ സാറിന്റെ മോന് വേണ്ടിയിട്ട് ഞാൻ സാറിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഏതൊരു ശരത് സാറിനെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. മോനെ ചേർത്താൻ വേണ്ടിയിട്ട് 21 വയസ്സായി മോന്. അവന് കുറച്ച് സാലന്റ് ആണ് ആള്. അപ്പോ ജോയിൻ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. പിന്നെ മോന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളാണല്ലോ EFT എന്നൊക്കെ അത്ര അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഇത്. ഞാൻ പറഞ്ഞത് സാറോ പറഞ്ഞ ഞാൻ സാറോടല്ല, മറ്റേ ഒരു മാമാന്ന് തോന്നുന്നു വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ മോന് സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞേ. അപ്പൊ ഇൻഷാ അള്ളാ അവനെ ഒന്ന് ചേർക്കണം. കുറച്ച് സാലന്റ് ആണ് ആള്. എല്ലാ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കഴിവുണ്ട് മാഷാ അള്ളാ. പക്ഷെ അതൊന്നും കൊണ്ട് ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത് ചേർത്താൻ വേണ്ടിയിട്ട് നോക്കിയത്. സാറ് അപ്പൊ ആസ്ര മാം ആണ് ലീഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞേ. അപ്പൊ പിന്നെ ഞാൻ സാറിനെ പേഴ്സണൽ ആയിട്ട് പിന്നെ സാറുമായിട്ട് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ചോദിച്ചിരുന്നു. അപ്പം പറഞ്ഞ് ആ മാം പറഞ്ഞ് അതിലും നല്ലത് മാമിന് 5 days ക്ലാസ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് 21 days മെന്ററിംഗും കിട്ടും, അതാ നല്ലത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവനോ ചോദിച്ചപ്പോന് ഓക്കെ പറഞ്ഞിട്ടില്ല. അതാണ് പിന്നെ ചേരാതിരുന്നത്. ഇതിന്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. ആള് ചിലപ്പോൾ കുറച്ച് സൈലന്റ് ആയി പോയതിന്റെ റീസൺ ജസ്റ്റ് വേണമെങ്കിൽ മോനോടൊന്ന് സംസാരിക്കാം. ഫാദർ ഇങ്ങനെ കുറച്ചൊരു പെർഫെക്ഷനിസം സംഗതികളൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾ ചെറുപ്പം മുതലേ എന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള അഡ്വൈസസ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി പാരന്റ്സിന്റെ അടുത്ത് പോകും. കറക്റ്റ് ആണ് സാർ പറഞ്ഞ, കറക്റ്റ് ആണ്. അത് അങ്ങനെ ആ ഫീലും കൂടി നമുക്ക് വന്നിട്ടുണ്ട് കുറെ കാര്യങ്ങള്. അപ്പൊ അത് അങ്ങനെ ഒരു എന്താ പറയുക ഒരു സംഗതിയിലൂടെ കടന്നു പോയിട്ടൊരു സാഹചര്യം ഫാദർ ചിലപ്പോൾ നല്ലത് ഉദ്ദേശിച്ചിട്ടാണ്, പക്ഷെ ഇത് ഭയങ്കര പ്രഷർ ഉണ്ടാക്കും, മക്കളിൽ സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ അവരെന്തെങ്കിലും ചെയ്യാൻ വരുമ്പോഴേക്കും അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡത്തിൽ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടില്ല. പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മളങ്ങ് ഷട്ട് ഡൗൺ ആവും മക്കൾ. ഓക്കെ, അപ്പോൾ അതാണ് അതെ. പലപ്പോഴും ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് പോലും പുറത്ത് വരാത്തൊരു സിറ്റുവേഷനിലേക്ക്. അപ്പോൾ സോ ഡെഫിനറ്റ്ലി മോന് ഇങ്ങനെ ഒരു ഹീലിംഗ് ജേണിയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അവന് ഇതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് ഈ ഒരു ബ്ലോക്ക് റിമൂവ് ആയിട്ട് അവൻ അനുഭവിച്ച ഈ സംഗതികളിൽ നിന്ന് ബ്ലോക്ക് റിമൂവ് ആയിട്ട് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ അതിന് സാധിക്കട്ടെ. അത് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഡിസ്കസ് ചെയ്യുക, ഒരിക്കലും ഒരു ബ്ലെയിമിങ് രീതിയിൽ ഡിസ്കസ് അവര് പറഞ്ഞിട്ടുണ്ട്, ചേർത്താ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ മോന്റെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ചേർത്താതിരുന്നത്. പക്ഷെ മോനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, മോൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പപ്പയുടെ അടുത്ത് അല്ലെങ്കിൽ ഫാദറിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേ ബി ഇതുകൊണ്ടായിരിക്കാം സാറായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ മേ ബി ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു സംഗതി ഉണ്ട്, ഒന്ന് നോക്ക്. ചിലപ്പോൾ നിനക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും എന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കുക. അല്ലാതെ നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞുള്ള അങ്ങനെ ഇല്ല, അങ്ങനല്ല. നല്ല ഞാനും നല്ല കമ്പനിയാണ്, സംസാരിക്കാറുണ്ട്. അപ്പൊ അവൻ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്ക് നല്ല എനർജി ഉണ്ട്, ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. അവന് ജിമ്മിനും ഇതിനൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു ബോഡി ബിൽഡിങ്ങിന്റെ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ ആയിട്ട് ഓന്റെ ലൈഫിൽ ഓന് ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ പുറമെന്ന് മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പറയും, അപ്പൊ ഒരു ഇത് തോന്നും. ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവന് ഇഷ്ടമുള്ള മേഖലയിൽ തന്നെ ഇപ്പോഴതിനെക്കാട്ടിലും 100 ഇരട്ടി പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ടിലേക്ക് അവൻ എത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കും. ഇനി ബാക്കിയൊക്കെ അവരുടെ ചോയ്സ് ആണ്. ഓക്കെ, വിട്ടുകൊടുക്കാം. എനിവേ താങ്ക് യു സോ മച്ച് മാം ഫോർ ആസ്കിങ് സച്ച് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. എനിബഡി എൽസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഓക്കെ, എന്നോട് ചോദിച്ചിട്ടുണ്ട്, സിദ്ദിഖ് സാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഡെപ്റ്റ് ചോദ്യമാണ്. ആ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫോർഗീവ്നെസ് നന്നായിട്ട് കൊടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ സമ്പത്ത് വരുന്നതായിട്ട് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് അപ്ലൈ ചെയ്യുക. നസ്രീൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എനിക്ക് വേണ്ട പണം എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രയാണോ പണം അത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട്, നിങ്ങൾക്ക് 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ആണെങ്കിൽ അത് എന്നിലേക്ക് വന്നു കഴിഞ്ഞു. നിങ്ങൾ എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ ആവുക, ഹംബിൾ ആവുക, വർക്ക് ഫോർ ഇറ്റ്. അതായത് നിങ്ങൾ ശരിക്കും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക, വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സമർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ജനുവിനായിട്ട് ആഗ്രഹിച്ചിട്ട് അത് നടക്കുന്നതായിട്ട് വിശ്വസിച്ചിട്ട് അത് ഇരുന്ന് എഴുത്. നിങ്ങൾ എന്തോ വലിയ ആളാണ്, നിങ്ങൾക്കിതൊന്നും വയ്യ, നിങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രാക്ടീസ് ചെയ്യാൻ മടിയാണ് എന്നുള്ള തിങ്കിങ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ലൈക്ക് വളരെ സില്ലി ആയിട്ട് ഇതിന് കൊടുക്കേണ്ട വില കൊടുക്കാതെ നമ്മൾ ശരിക്കും ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, വളരെ ഹംബിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
നമ്മൾ ആദ്യമാകേണ്ടത് ഞാനൊന്നുമല്ല എന്നും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന് ഇതിന് വേണ്ടിയിട്ട് ഹമ്പിളായിട്ട് ചെയ്യണം. വേറെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കേണ്ട. എനിക്ക് ഇത് മാത്രം ചിന്തിച്ചാൽ മതി, ഇത് മാത്രം ചിന്തിച്ചാൽ മതി, ഇത് മാത്രം ചിന്തിച്ചാൽ മതി, ഇത് മാത്രം ചിന്തിച്ചാൽ മതി. വേറെ ഒന്നിൻ്റെ പിറകിൽ പോകണ്ട. ഓൾ ഐ ഹാവ് ടു ഡു ഈസ് പ്രാക്ടീസ് ഹമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. സോ ടാപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ EFT നമ്മുടെ കോഴ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് നമ്മൾ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്, ടാപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് മണി ബ്ലോക്സ് ക്ലിയർ ചെയ്യുന്നത്. സോ അത് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഒരുപാട് പേരുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേഞ്ചസ് ഉണ്ടാകും. എനി അതർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നസ്രീനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ യു കൻ ആസ്ക് ക്വസ്റ്റ്യൻ. നസ്രീൻ ഇസ് ഹിയർ. യെസ്, ചോദിച്ചോളൂ റസാഖ് സാർ, ചോദിച്ചോളൂ. എനിക്ക് മടത്തിനോട് ചോദിക്കാനുള്ളത്, പിന്നെ നിങ്ങളുടെ സ്റ്റഡി ടൈമിലേ, അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ടീച്ചേഴ്സിനോടോ എന്തെങ്കിലും ഒരു വിദ്വേഷം, ഐ മീൻ അതായത് പഠിക്കുന്ന അവരെ ഉപദേശമായിരിക്കും തരിക, പക്ഷെ കുട്ടികൾക്ക് അത് ഒരു ഇറിറ്റേഷൻ ആണല്ലോ. അങ്ങനത്തെ ഒരു എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ട്, അതായത് ഏതെങ്കിലും സബ്ജക്റ്റിനോടൊരു ടഫായിട്ട് തോന്നുക, ഒരു വിരക്തി തോന്നുക, അങ്ങനത്തെ ഒരു താല്പര്യമില്ലാതെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ മോളുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചോദിക്കുകയായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഹിന്ദി അത്ര ഇഷ്ടമല്ലായിരുന്നു. ഈ ഹിന്ദി ടീച്ചർ പഠിപ്പിക്കാൻ കുറച്ച് ബാക്കിലായിരുന്നു, 5th നിന്നും 6th നിന്നൊക്കെ. 7th നിന്നാണ് പിന്നെ ഹിന്ദി നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. ബാക്കി മീൻസ് ഒരു സാറ് വന്നിട്ടാണ് അന്നാണ് ആ ഈ ഊന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പക്ഷെ അല്ലാതെ ആ ടീച്ചറോട് എനിക്ക് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 7th മുതൽ ഞാൻ മീൻസ് ടീച്ചേഴ്സിനോട് നല്ല ദേഷ്യം വെക്കുന്ന ആളെ ഞാൻ കുറച്ച് പഠിപ്പിച്ചിരുന്നു ആ സമയത്തൊക്കെ. പിന്നെയാണ് ഇങ്ങനെയൊക്കെ ആയത്. പക്ഷെ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നാണ്, ടീച്ചേഴ്സൊക്കെ നമ്മളെ ഭയങ്കര സപ്പോർട്ടീവാണ് എപ്പോഴും. ഞാൻ ആ രീതിയിലാണ് അത് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അവർ നമ്മളടുത്ത് പറയുകയാണെങ്കിലും അങ്ങനെ ട്രോമ ആയിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ലേറ്റ് ആയിട്ട് വന്ന് അടി കിട്ടിയാലും ഞാൻ എടുക്കാം. ഞാൻ ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ടാണല്ലോ അടി കിട്ടിയത്, അങ്ങനെ ഞാൻ എടുക്കുള്ളൂ. അല്ലാണ്ട് അയാൾ ഇന്ന് എത്രയും ആൾക്കാരെ മുന്നിലിട്ട് തല്ലി അങ്ങനൊന്നും ഞാൻ ഇന്ന് വരെ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ട്രോമാസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ആൾക്കാർക്ക് അനുസരിച്ചാണ്. എന്താ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ്. ഇപ്പൊ ഞാൻ എടുക്കണ പോലെ ആവില്ല വേറൊരു കുട്ടി എടുക്കണ്ടാവുക. അപ്പൊ അവർക്കത് ഫീൽ ആവും. എനിക്ക് അങ്ങനെ അത് ഫീൽ ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഫീൽ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കൊക്കെ ഫോർഗീവ്നെസ് കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഫോർഗീവ്നെസ് വാങ്ങണം. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. All right. Thank you, Razak sir, for asking a question. Thank you, Nazreen, for answering that. Any other questions? ആർക്കെങ്കിലും എന്തെങ്കിലും questions ഉണ്ടോ? വേറെ questions ഉണ്ടോ? Any questions? Any questions? അശ്വതി എന്താണ് ചോദിക്കുന്നത്? സെൽഫ് ലവ് എന്ന് പറഞ്ഞു, എന്താണ് ഉദ്ദേശിച്ചത്? ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാവോ? എന്താണ്? Any questions? Yeah, സാർ self love. അത് എങ്ങനെയാണ്, സെൽഫ് ലവ് എന്ന് പറഞ്ഞല്ലോ, അത് ഏത് രീതിയിലാണ് മാം ചെയ്തത്, എങ്ങനെയാണ് അതൊന്ന് ഡെവലപ്പ് ആക്കിയത്, അതിനെക്കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ സെൽഫ് ലവ് ചെയ്തത് എന്താ പറയാ, ഞാൻ ടാപ്പിങ്ങിലാണ് സെൽഫ് ലവ് കൂടുതലും കൊടുത്തത്. ഈ സെൽഫ് ഫോർഗീവ്നെസ് കൊടുക്കുമ്പോഴും നമുക്ക് സെൽഫ് ലവ് കൂടും. ഈ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് അത്ര വർക്ക് ചെയ്യില്ല. പക്ഷെ നമ്മളത് ഫീൽ ചെയ്ത് ഓരോ സെൽഫിലും ഓരോന്നിങ്ങനെ പറയുമ്പോൾ ആ ടാപ്പിങ്ങിലാണ് എനിക്ക് ശരിക്കും സെൽഫ് ലവ് നന്നായിട്ടത് ഫീൽ ആവാൻ തുടങ്ങിയത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ എക്സസൈസ് ചെയ്യണം, ആ എക്സസൈസ് ചെയ്യണം കുഴപ്പമില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ ടാപ്പിംഗ് ആണ് ശരിക്കും എന്നെ മാറ്റി മറിച്ചത് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് അതിൽ പറയുന്നത്. ഓക്കെ. സോ അതിലൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നതിൽ ഇപ്പൊ ടാപ്പിംഗ് ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞല്ലോ, ടാപ്പിംഗ് ചെയ്യുന്നതിന്റെ കൂടെ സെൽഫ് ലവ് കൊടുത്തു. എങ്ങനെ, എന്ത് വേർഡ്സ് ആണ് നിങ്ങൾ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ എന്താണ്? ഞാൻ ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് ഏതിനെങ്കിലും കുറിച്ച് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു കാര്യം. എനിക്കിപ്പോ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കോൺഫിഡൻസ് പോയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഒരു അഫർമേഷൻസ് ഇങ്ങനെ പറഞ്ഞിട്ട് ടാപ്പ് ചെയ്യും. ഐ ആം കോൺഫിഡന്റ്, ഞാൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണ്. പിന്നെ മിറർ പ്രാക്ടീസ് ഞാൻ ചെയ്യുമായിരുന്നു. കണ്ണിൽ നോക്കിയിട്ട് ഈ ടാപ്പിങ്ങും മിറർ പ്രാക്ടീസും സെൽഫ് ലവും കൂടി ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഇത് മൂന്നും കൂടി ഒന്നിലാക്കിയിട്ട് ചെയ്യുമായിരുന്നു. അതിനൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ സിമ്പിൾ സാധനമാണെങ്കിലും അത് നമുക്ക് നമ്മളുള്ള ഒരു ഇഷ്ടം കൂടും. നമുക്ക് നമ്മളെ തന്നെ കണ്ണാടി നോക്കാൻ ഇഷ്ടപ്പെടും. മറ്റേ നമുക്കത് എന്താ ഇത് അങ്ങനെയൊക്കെ ഒരു ഫീൽ അല്ലേ, നമുക്ക് അങ്ങനെ ഒന്നും തോന്നൂല. അപ്പൊ ഞാനിപ്പോ ഈ എക്സാം റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള അഫർമേഷൻസ് കൊടുത്തിട്ടാണ് ഞാൻ ടാപ്പ് ചെയ്തതും പിന്നെ മിറർ പ്രാക്ടീസ് ഒക്കെ ചെയ്തത്. എനിക്ക് അതാ തോന്നുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ്, നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിനെ വെച്ചിട്ട് നമ്മൾ അത് ഉള്ളതായിട്ടൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി. അപ്പൊ അത് ശരിക്കും എഫക്റ്റ് ആവും. ഞാൻ ഒരു കാര്യം കൂടി പറയാം നസ്രീൻ. നസ്രീൻ പലപ്പോഴും പറഞ്ഞ ഒരു രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ സെൽഫ് ലവ് നസ്രീൻ്റെ ലൈഫിൽ ഒരുപാട് ഞാൻ പോരാ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലേ, അല്ലെങ്കിൽ ഞാൻ
എന്താണ് എൻ്റെ ബ്രെയിൻ ഷാർപ്പല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലവിന് എതിരായിട്ടുള്ള കാര്യങ്ങളായിരുന്നു, അല്ലെ? സ്വയം കുറ്റപ്പെടുത്തലുകളായിരുന്നു. ആ സ്വയം കുറ്റപ്പെടുത്തലുകൾ നിർത്തി എന്നുള്ളതും സെൽഫ് ലവ് ആണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഞാൻ ഷാർപ്പാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞത് തന്നെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓക്കെ. ഇതെല്ലാം സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ? യെസ് യെസ് ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ഈ കൂടുതലും അതിൽ കൊടുത്തത്. ബാക്കി സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ മനസ്സിലായി നമ്മൾ എന്താ ഫുഡിലെ കൺട്രോള് അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ശരിക്കും നമ്മളെ ഉള്ളിലേക്ക് കയറൽ ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഈ അഫർമേഷൻസ് എപ്പോഴും പറയുമ്പോൾ നമുക്ക് പിന്നെ ഈ എന്താണ് ഹോപ്പോനോപ്പോ ആ സാധനം ഉണ്ടല്ലോ, മെഡിറ്റേഷൻ, ആ സാധനങ്ങളൊക്കെ അത് ഭയങ്കര പവർഫുൾ ആണ്. ഞാൻ ഈ സെൽഫ് ഫോർഗീവ്നെസിന്റെ ഇതിൽ ഞാൻ ടാപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആ 4 വേർഡ്സ് മാത്രം പറഞ്ഞിട്ട് ഞാനത് ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ പറയും. ആദ്യമൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നില്ല, പക്ഷെ പിന്നെ പിന്നെ നമുക്ക് ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ആവുന്നുണ്ട് ശരിക്കും. അപ്പൊ നമ്മള് ഓപ്പൺ ഓപ്പൺ എന്ന് പറയുന്ന മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ലൈക്ക് യു നോ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതൊരു കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ, ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഗിവ് എ ഡ്രാസ്റ്റിക് ചേഞ്ച്. ഇത്രയുള്ള 4 വേർഡാണ്. ഏത് പ്രാർത്ഥനയും ഏറ്റവും നല്ല രീതിയിൽ ഫലിക്കാനുള്ള ഏറ്റവും നല്ല പവർഫുൾ പ്രാർത്ഥനയാണ്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നമ്മൾ എന്ത് ചെയ്യാണ്? ഫോർഗീവ്നെസ് ചോദിക്കുകയാണ്. അയാൾ നമുക്ക്, ആള് അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാണ്? ഫോർഗീവ്നെസ്സിന് മാപ്പ് നൽകുകയാണ്. ഓക്കെ, ഐ എം സോറി, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മളോടാവാം, ഞാൻ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഐ എം സോറി ആൻഡ് പ്ലീസ് ഫോർഗീവ് മീ. നമ്മൾ നമ്മളോട് ചോദിക്കുകയാണ്, പ്ലീസ് ഫോർഗീവ് മീ, മാപ്പ് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. എന്നിട്ട് പറയണം എന്താ വെച്ചാൽ ഫോർഗീവ് ചെയ്ത് തന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു. അഡ്വാൻസ് ആയിട്ട് നമ്മൾ താങ്ക് യു ഫോർ ഫോർഗീവിങ് മീ ആൻഡ് ഐ ലവ് യു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കും. സോ it's all beautifully cleared. So that's what Nazreen is applied, and such a beautiful thing. Ashwati, you got my. ഭയങ്കര പവർഫുൾ ആണത്. അത് സിമ്പിൾ ആണെങ്കിൽ കേൾക്കുമ്പോൾ സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കര പവർഫുൾ ആയ സാധനമാണ്. Very good. Any other questions? ആർക്കെങ്കിലും? ഗുഡ് മോർണിംഗ്. നെസ്റിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? നെസ്റിൻ ഈ സെൽഫ് ലവ് ടാപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ അത് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 3-4 ക്ലാസ് ഒന്നും കത്തിയിട്ടില്ല, ഞാൻ വെറുതെ അവിടെ ഇരിക്കായിരുന്നു. പിന്നെ അത് നമുക്കൊരു എവിടെയെങ്കിലും നമുക്ക് ഇത് കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളുമ്പോൾ അത് കിട്ടും. ആ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഭവം എളുപ്പമാണ്. പിന്നെ നമുക്കത് ഫീലിങ്സ് പിന്നെ താനേ വരും. ആദ്യമൊക്കെ എനിക്ക് സാറ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് ഇതിന്റെ ഗുട്ടൻസ് മനസ്സിലായിട്ടില്ല എന്ന് പറയില്ല. ഇത് എന്താണെന്നുള്ളൊരു ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ ഈ സെൽഫ് ലവിന്റെ അത് നമ്മൾ ചെയ്യും, ആ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. അതിന്നാണ് നമ്മൾ പിടിക്കുക, അതിലാണ് നമുക്ക് വിശ്വാസം, നമുക്ക് ട്രസ്റ്റ് ആണല്ലോ മെയിൻ. പിന്നെ നമ്മൾ ഇതിൽ എന്തോ ഉണ്ട് എന്ന് അങ്ങോട്ട് വിചാരിക്കും, പിന്നെ അതിലങ്ങോട്ട് വിശ്വസിക്കും. അപ്പൊ നമുക്ക് എല്ലാം നടക്കും. ഒന്നാമത് നമ്മളെ മൈൻഡാണ്, അല്ലാണ്ട് ഇതിപ്പോ ഇതിലാരും ഒരു കമന്റ് കണ്ടു, ഓവർ ആവുന്നു എന്തോ പറഞ്ഞ് കാലിക്കറ്റ് എന്നുണ്ട് ഞാൻ കണ്ട്. അത് അവരുടെ ട്രോമയാണ്, അത് അവർക്ക് തോന്നുകയാണ് ഇത് ഓവറാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർക്കിത് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഇത് ചെയ്ത ഒരാൾക്കാണ് അതിനെക്കുറിച്ച് മനസ്സിലായി. അപ്പൊ ഇതിലുള്ള കുറെ ആൾക്കാർ ഇപ്പം ഈ മോസിന തൗഫീഖ് ഞങ്ങളെ ഇതിലുള്ള അവർക്ക് അറിയാൻ പറ്റും, അവർക്കൊക്കെ വന്ന മാറ്റങ്ങൾ. ഈ മോസിന എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവര് ഒരു മോർണിംഗ് സെഷനിൽ ഞാൻ കയറി ഇടുന്ന സാറിന് ഓർമ്മ ഉണ്ടോന്നാവ, ഒരാള് ജോലി നഷ്ടപ്പെട്ടിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് സാറിന്റെ അടുത്ത് പറഞ്ഞൊരു ലേഡി ഇല്ലായിരുന്നു, എനിക്ക് അങ്ങനെ പോയി വേറെ ആളെ നിയമിച്ചു, ഞാൻ അത്രയും സിൻസിയർ ആയിരുന്നു, അപ്പൊ ഒരു സ്കില്ല് അറിയില്ല, എന്തോ കമ്പ്യൂട്ടർ എന്തോ അറിയില്ലായിരുന്നു. അപ്പൊ ആ സാറ് പറഞ്ഞിട്ട് അവർക്ക് വേറെ ജോബ് കിട്ടി, അവർ സെറ്റാണ് ഇപ്പൊ ലൈഫ്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. അല്ലാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല, അവർക്ക് ഇത് ഓവറാണ്, ഇത് വെറുതെയാണ് എന്നൊക്കെ തോന്നും. അത് അവർക്ക് അവരുടെ ട്രോമയെന്ന് കൂട്ടിയാൽ മതി. ഈ നെഗറ്റീവ് ഇത് ചെയ്തിട്ട് നമ്മൾ പറയണം, ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ പറയണം. അല്ലാണ്ട് വെറുതെ ഇവിടെ വന്ന് രാവിലെ തന്നെ എണീറ്റ് വന്ന് പല്ല് വെച്ചിരുന്നിട്ട് എനിക്കൂടെ പറയേണ്ട ഒരു കാര്യമില്ല. 1-1.5 മണിക്കൂർ എനിക്ക് ആ സമയത്ത് എന്തെല്ലാം ചെയ്യാം. പക്ഷെ ഇതുള്ളതുകൊണ്ടും ഞാൻ പറഞ്ഞില്ല, ഈ കമന്റ് ബോക്സിൽ കുറെ ക്വസ്റ്റ്യൻസ്, ഞാൻ ആൾക്കാരെ പേരൊന്നും പറഞ്ഞില്ല, സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. കാരണം ഈ സ്റ്റെക്നെസ് ആൾക്കാർ മാറണം.
ഇപ്പൊ ഇതില് നസ്രി ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, ഇതുപോലെ തന്നെ ഞാനും സ്റ്റെക്കാണ് എന്ന്. മീൻസ് ഞാൻ പറഞ്ഞ പേര് പോലെ തന്നെ ഇതുപോലത്തെ അവസ്ഥയിൽ കൂടെ തന്നെ ആളും പോണത്. കാരണം എന്താ, ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ടാവും, റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാർ അതും വേറെ ഉണ്ടാവും. ഒക്കെ എല്ലാവർക്കും ഓരോ ട്രോമയാണ്. അത് അവരുടെ ട്രോമ, അത് അവർ ക്ലിയർ ചെയ്യണം. അല്ലാണ്ട് അവർക്ക് എല്ലാവരും പറയുന്നത് ഓവറായിട്ട് അവർക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസിൽ കൊണ്ടുവരുമ്പോഴാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് സാറ് എന്താണ് ക്ലാസ്സിൽ പറയുമ്പോ എന്താ EFT അങ്ങനെ പറയണ ഇങ്ങനെ പറയണെന്നൊന്നും അത് അറിയാത്ത ഒരാൾക്ക് തോന്നുന്നു. ഇപ്പൊ ഈ റസാഖ് സാറൊക്കെ അവർക്കൊക്കെ ശരിക്കും അറിയാം. അവർ പറയണ റിവ്യൂസ് ഒക്കെ ഞാൻ എപ്പോഴും കേൾക്കലുണ്ട്. അപ്പൊ അത് അങ്ങനെയാണ്. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, ഇല്ലാത്തവർക്ക് മനസ്സിലാവൂല. അത്രേ ഉള്ളൂ. വെരി ഗുഡ്, താങ്ക് യു. എനി അതർ ക്വസ്റ്റ്യൻസ് മാഡം നിങ്ങൾ? മാഡം ചോദിച്ചു. ഒരു മിനിറ്റ്. മാഡം ഇപ്പൊ പറഞ്ഞതിനോട് ഞാൻ പറയണത്, ഈ പറഞ്ഞ പോലെ സ്ട്രെക്ക്, എനിക്ക് പറഞ്ഞ എന്തിനും ഭയങ്കരമായിട്ട് സ്ട്രെക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്തിനും ബ്ലോക്കാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്താ പറയാ ശരത് സാറുടെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ പ്രശ്നം എന്താന്നുള്ളത് സാറിന്റെ പ്രശ്നം അറിഞ്ഞപ്പോഴാണ് അതേ സെയിം പ്രശ്നം തന്നെയായിരുന്നു എന്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പൊ സാറ് പറഞ്ഞു അത് വരാനുള്ള സാഹചര്യം പറഞ്ഞപ്പോ സെയിം അതേപോലെ ഏകദേശം പ്രശ്നം തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാനൊരു വർക്ക് ചെയ്യുന്ന മേഖലയിലാണ്. അപ്പൊ എന്റേതായ കഴിവുകൾ ലീഡേഴ്സ് പറയുന്നുണ്ട്, മേഡം ഇത് ചെയ്യും, മേഡത്തിന് ഇത് പറ്റും. അപ്പൊ ലീഡേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന സംഭവങ്ങൾ ഞാൻ ചെയ്യും. പക്ഷെ വീണ്ടും ഈ പറഞ്ഞ പോലെ മൈൻഡ് ബ്ലോക്ക് ആവുക തന്നെയാണ്. അത് എന്താണ് ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ ഇന്നലെയൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. കാരണം നമ്മളൊരു അച്ചീവ്മെന്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എത്താൻ പറ്റുന്നില്ല. പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്, അതിലേക്ക് എത്തുന്നില്ല. എത്താതെ വരുമ്പോ നമുക്ക് അവിടെ ഒരു റിസൾട്ട് വരുന്നില്ല. അപ്പൊ വീണ്ടും മൈൻഡ് എന്താ വെച്ചാൽ സെൽഫായിട്ട് ഞാൻ പലതും പറയും, നിനക്ക് പറ്റും, നീ പവറാണ്, അങ്ങനെ ഇങ്ങനെ പറയുന്ന വ്യക്തി തന്നെയാണ് ഞാന്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഈ ബ്ലോക്ക് ഒന്നും അങ്ങോട്ട് ഊരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്റെ വലിയൊരു വിഷയം. ഇപ്പോൾ ഈ നിമിഷവും പറഞ്ഞ പോലെയാണ്. അത് എന്താന്ന് എനിക്ക് അറിയണില്ല. അതിപ്പോ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. ഞാനിങ്ങനെ പറയെങ്കിലും ഉള്ളിന്റെ ഉള്ളില് എനിക്കത് അങ്ങനെ ആണ്. അപ്പൊ ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയണം. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയാതെ നമ്മൾ ഈ പുറത്ത് കാണുന്നില്ല, ഉള്ളിന്റെ ഉള്ളിലാണ് കുറേ കാര്യങ്ങളില്. ഇപ്പൊ ഞാൻ സമയത്തോണ്ട് പറയാണ്, ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു റീസൺ എനിക്ക് ഞാൻ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടി. ഞാൻ സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഇലക്ട്രോണിക്സ് ലാബിൽ ഒരാൾ ഇങ്ങോട്ട് കുടഞ്ഞതാണ്, ഒരു സാറ്. അയാൾ മുസ്ലിം നാമധാരിയാണ്. ഞാൻ കൊല്ലത്താ പഠിച്ചത്. ഞാൻ TKM-ലാണ് പഠിച്ചത്, കൊല്ലത്താ പഠിച്ചത്. അപ്പൊ അവിടുത്തെ മുസ്ലിംസ് ഇതുപോലെ ഇങ്ങനെ ഷോളൊന്നും റോൾ ചെയ്തൊന്നും അങ്ങനെ വരൂല. അപ്പൊ നമുക്ക് ലാബിൽ നമുക്ക് പാൻസും ഷൂസും ഷർട്ടും അങ്ങനെ കറക്റ്റ് യൂണിഫോം. അപ്പൊ ഞാൻ എപ്പോഴും ഷോള് റോൾ ചെയ്ത് അങ്ങനെ പോവാ. അപ്പൊ അയാൾ ഒരു മുസ്ലിം നെയിമുള്ള ഒരാളാണെങ്കിലും അയാൾ ഏത്തിയസ്റ്റ് ആയിരുന്നു. ചിലപ്പോ അത് അയാളുടെ ട്രോമയാണ്. എന്നിട്ട് ഇയാൾ ആ ട്രോമ ഒക്കെ എനിക്ക് എടുത്തിട്ട് തന്നേ. ഞാൻ പെട്ടെന്ന് ലാബ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈവൊക്കെ ഇരുന്ന സമയത്ത് അയാൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ പറഞ്ഞപ്പോ അയാൾക്ക് അയാളെ ട്രോമ അടിച്ചു. അയാൾക്ക് ഇന്ന എങ്ങനെയെങ്കിലും അവിടെ ഇരുത്തണം എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്നോട് അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പേഴ്സണൽ കാര്യങ്ങൾക്ക് എടുത്ത് കുറെ പറഞ്ഞു. പക്ഷെ അന്ന് ഞാനൊന്ന് കുന്നു കുഞ്ഞാലും കുഞ്ഞാത്ത് കുഞ്ഞാലും സ്റ്റേറ്റ് ആയതുകൊണ്ട് എനിക്കത് എഫക്ട് ചെയ്തില്ല. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അത് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പുറത്ത് കാണണം, അത് അവിടെ ഉണ്ടായിരുന്നു. ആ സാധനം ഞാൻ ഈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മനുഷ്യന്റെ മുഖം വരും. ഇത് ആരാന്ന് പോലും എനിക്ക് അറിയില്ല. ഈ ചെങ്ങായി ഏതത് എവിടുന്ന് വരുന്നു എനിക്കൊരു ഓർമ്മ പോലും ഇയാളെ കിട്ടുന്നില്ല. പിന്നെ ആ ഒരു സമയത്തിന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ആരാന്ന് ആലോചിച്ചാണ് ഇത് ഇന്നൊരു സാറാണ്. ആ സമയത്ത് അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്താണ് മലപ്പുറത്തുള്ള മുസ്ലിംസ് ഇങ്ങനത്തെ ഗേൾസ് ഒക്കെ വേഗം കല്യാണം കഴിച്ചു പോലെ, നിങ്ങളൊക്കെ ഇത്രയും വലിയ കോളേജിൽ പഠിച്ചിട്ട് എന്താ കാര്യമുള്ളത്, ഈ സീറ്റ് വേറെ ആർക്കെങ്കിലും കൊടുത്തുകൂടെ, ഈ രീതിയിൽ അയാൾ എന്നോട് സംസാരിച്ചത്. അപ്പൊ അത് ഞാൻ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എനിക്ക് അയാൾ പറഞ്ഞ അതേ ടോണിൽ വന്നു. അയാളൊരു കൊല്ലംകാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതേ ടോണിൽ വന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന എന്റെ ഒരു ഇന്റേണൽ മാം ഉണ്ട്, സോഫിയ എന്ന് പറഞ്ഞിട്ട്. അവരും മുസ്ലിമാണ്. അപ്പൊ അവരും ഷോള് റോൾ ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പൊ അവര് ഇപ്പൊ അടുത്ത് ഇതിനകത്ത് മെസ്സേജ് അയച്ചു. അവരിപ്പോ PhD എടുത്തു ആ മാം. അപ്പൊ പറഞ്ഞു, പണ്ട് ഓർമ്മ ഉണ്ടോ നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഇലക്ട്രോണിക്സ് ലാബിൽ ഇന്ന സാറ് നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞത് എന്നാ ടീച്ചർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് സംഭവം ഇത് ഇങ്ങനെ ഒരു സംഭവം ഇതിൽ ഉണ്ടായിരുന്നു മനസ്സിലായത്. അപ്പൊ അത് അവർക്ക് പോലും അത് ഫീൽ ചെയ്തു. പക്ഷെ അന്ന് എനിക്കത് അന്ന് അവർക്കത് ഭയങ്കരമായിട്ട് എഫക്ട്. നിങ്ങൾ എന്നെ വിളിച്ചിട്ട് എന്റെ അഡ്വൈസർ ആയിരുന്നു. അപ്പൊ വിളിച്ചിട്ട് അത് സാറ് ഇപ്പൊ നമ്മൾ സ്ട്രെസ് ആയിട്ടുള്ള വൈവ തന്നതാണ്, അപ്പൊ അത് ഫീൽ ചെയ്തെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ടെങ്കിലും നമ്മൾ ഉള്ളിൽ അത് കേറി കൂടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സാധനം വേറൊരു സമയത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് അവിടെ പോയി കൂട്ടി മുട്ടിയിട്ട് നമുക്കിതിങ്ങനെ അടിക്കുകയാണ് സംഭവം. അതാണ് അല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്ന സാധനമൊന്നുമല്ല. കുറെ കാലങ്ങൾ കൊണ്ട് ഉണ്ടായ ഒരു സംഭവമാണ് എനിക്കിതിൽ വന്നപ്പോൾ മനസ്സിലായത്. നമ്മൾ അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മളുടെ ലൈഫ് നമ്മൾ വിചാരിക്കും നമുക്ക് ട്രോമ ഒന്നും ഇല്ലാതെ, പക്ഷെ ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നാണ്
മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ സ്റ്റെക്നെസ് ഒക്കെ വരുന്നത്. പിന്നെ ഈ ഫോഗിനെസ് ആണ് ഈ സ്റ്റെക്നെസ് മാറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ സാറ് പറയും. എനിക്ക് തോന്നുന്നു ഈ ഫോഗിനെസ് ആണ് ശരിക്കും മാജിക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൊടുത്തെങ്കിൽ സെൽഫ് ലവ് ഒക്കെ ഇല്ലാത്ത ഒരാൾക്ക് ഫോഗിനെസ് കൊടുക്കാൻ പറ്റൂല. അതാണ് അതിന്റെ ഒരു സത്യം. ഞാനതിലൊരു മറുപടി പറയാം അശ്വതി മാം. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നസീം പറഞ്ഞതിന്റെ ജസ്റ്റ് രത്ന ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്വതി മാമിന്റെ ലൈഫിൽ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഓക്കെ, ആ ഇൻസിഡൻറ്റുകൾ തന്നെയാണ് അശ്വതി മാമിനെ വലിയൊരു പെർഫോമർ ആക്കി മാറ്റാനുള്ള ഫയർ തന്നത്. നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതാണ് നമുക്ക് എന്ത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവാനുള്ള ഫയർ നമുക്ക് തരിക. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതൊരു നമ്മളുടെ ഫയറും മോട്ടിവേഷനും എനർജി ഒരിക്കലും ഒരു നെഗറ്റീവ് സ്പേസിൽ നിന്നാവരുത്. നിങ്ങളുടെ അവയർനെസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് അത് എന്തില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ? സാർ സ്ട്രക്ക് വരുന്നുണ്ട്. സ്ട്രക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ഓക്കെ, ശരി. അതായത് ഞാൻ ശരിക്കും പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നസ്രീൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മാമിന്റെ ലൈഫിലും ഇതേപോലെ ഏതെങ്കിലും പലതരത്തിലുള്ള ഇൻസിഡന്റുകൾ ഉണ്ടാകും. ഓക്കെ, ഇതിന് മുൻപ് സംഭവിച്ചു പോയത് അത് ഇതുപോലെ തന്നെ ആവണമെന്നില്ല. പല രീതിയിലും നമുക്കൊക്കെ റിജക്ഷൻസോ അല്ലെങ്കിൽ പരിഹാസമോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതാണ് നമ്മുടെ ട്രോമാസ് എന്ന് പറയും. നമ്മളുടെ ഒരു ബ്ലോക്ക് ആയിട്ട്, നമ്മുടെ എനർജി ബ്ലോക്ക് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കിടക്കും. ഓക്കെ, സോ ആ ട്രോമ ക്ലിയർ ചെയ്യാത്തടത്തോളം കാലം അതേ ട്രോമ നമുക്ക് എന്ത് ചെയ്യും, ട്രിഗർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, സെയിം സിറ്റുവേഷൻസ്, സെയിം ചാലഞ്ചസ് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എപ്പോഴൊക്കെ വരുന്നുവോ അപ്പോഴൊക്കെ ഇത് ട്രിഗർ ചെയ്ത് വന്നിട്ട് നമ്മുടെ ബോഡി ഒരു ഫ്രീസ് മോഡിലേക്ക്, ഒരു സ്റ്റക്ക് മോഡിലേക്ക്, ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്ക്, ഒരു തളർച്ചയിലേക്ക്, ഒരു ക്ഷീണത്തിലേക്ക്, ഇനി എന്താ ചെയ്യുക എന്നുള്ളത് അറിയാതെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് നമ്മുടെ ബോഡി പോകും. ആൻഡ് ഇറ്റ് കീപ്സ് ഓൺ ഹാപ്പൻ. ഇറ്റ് ബിക്കംസ് എ സൈക്കിൾ. അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്താ വെച്ചാൽ പലതും നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് പോകാൻ കഴിയും. നമ്മളിങ്ങനെ ഇവിടെ ഒരു തടസ്സമുള്ളത് പോലെ നമ്മളിങ്ങനെ ഇത്രയും നമുക്ക് എത്തി, അത്രയും നമുക്ക് എത്താൻ പറ്റുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. സോ അവിടെ നമ്മൾ എന്താ ചെയ്യണം, നമ്മുടെ ഈ പാസ്റ്റ് കഴിഞ്ഞാൽ പാസ്റ്റിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഓരോ ട്രോമാസും നമ്മൾ എടുത്ത് ടാപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ടാപ്പിംഗ് എന്ന് പറയുന്നത് ട്രോമ ക്ലിയറിംഗ് ആണ്. ട്രോമാസ് എന്താണോ ഉള്ളത് അത് നമ്മൾ ജസ്റ്റ് എന്ന് വെച്ചാൽ EFT എന്ന് പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നുള്ളതാണ്. അക്യൂ പ്രഷർ പോയിന്റ്സിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ആ ടാപ്പ് ചെയ്തതോട് കൂടിയിട്ട് നമ്മുടെ ട്രോമാസ് എന്തെങ്കിലും ഹീൽ ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഇത് നമ്മളുടെ ഓർമ്മയാണ്. നമ്മുടെ ഏതെങ്കിലും വേദനാജനകമായിട്ടുള്ള ഓർമ്മയുണ്ടെങ്കിൽ അതിനോട് ചേർന്നിട്ട് ഒരു ഇമോഷൻ ഉണ്ടാവും. ഒന്നുകിൽ സങ്കടമാകാം, അല്ലെങ്കിൽ സ്ട്രെസ് ആകാം, അല്ലെങ്കിൽ ഭയമാകാം, അല്ലെങ്കിൽ വേദനയാകാം, എന്തോ ആയിക്കോട്ടെ. ഇത് ഇത്രയും വലുതാണ് ആ വേദന. എന്നാൽ ഓർമ്മ ഇത്രയേ ഉള്ളൂ, ചെറിയ കാര്യമായിരിക്കും. ഇപ്പൊ നസ്രീൻ പറഞ്ഞില്ലേ, ചെറിയൊരു കാര്യമാണ് കോളേജിൽ സംഭവിച്ചൊരു കാര്യം, പക്ഷെ അത് ചെറുതല്ല. അത് നസ്രീൻ അന്ന് വളരെ സ്ട്രോങ് ആണ്, ബോൾഡ് ആണ്. നസ്രീൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എടുക്കില്ലെങ്കിൽ പോലും ഉള്ളിലേക്ക് അത് കൊണ്ടിട്ടുണ്ട്. പുറത്ത് നമ്മൾ ബോൾഡായി നിന്നാലും സമൂഹമൊക്കെ പറയുന്നൊരു കാര്യമാണ് നമ്മൾ ബോൾഡായിട്ട് നിൽക്കണം പുറത്ത്. പക്ഷെ ഈ ബോൾഡായിട്ട് എത്ര നിന്നാലും, എത്ര കണ്ട് ബോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ നിന്നോ അത്ര കണ്ട് നിങ്ങൾക്ക് ട്രോമ നിങ്ങളുടെ ഉള്ളിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെന്ന് അർത്ഥം. എത്ര കണ്ട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെയൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചു നിന്ന് പോരുന്ന ആൾക്കാർക്കൊക്കെ ട്രോമ ഉണ്ടായി അവസാനം ഒരു ഘട്ടം എത്തുമ്പോൾ, അവർക്കൊരു പോയിന്റിൽ എത്തുമ്പോൾ ദേ വിൽ ബി സ്റ്റക്ക് ലൈക്ക് എനിത്തിങ്. അത് മാത്രമല്ല, കൂടുതൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും നെഗറ്റീവ് സാഹചര്യങ്ങളും അവർ അട്രാക്ട് ചെയ്യും. ചില സെലിബ്രിറ്റീസിനെ കണ്ടില്ല നിങ്ങൾ, ഇടക്കിടക്ക് വിവാദത്തിൽ പെടുന്നു. ഇവരെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ബിക്കോസ് ദേ ആർ ക്യാരിയിങ് ദാറ്റ് നെഗറ്റീവ് എനർജി ആൻഡ് ദേ ആർ ക്യാരിയിങ് ബിക്കോസ് ദേ ആർ നോട്ട് ക്ലിയറിംഗ് ദാറ്റ് ട്രോമ and they are attracting more of that trauma again and again and again, and that's what has happened. അപ്പൊ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ what happens, ആ ഇമോഷൻ അങ്ങ് കട്ടായി പോകും. പിന്നെ ഓർമ്മ മാത്രമേ ഉള്ളൂ, അതിലൊരു ഇമോഷണൽ ഒന്നുമില്ല, അത് അവരെ ബാധിക്കില്ല. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ട്രോമ ട്രിഗറിംഗ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ നെറ്റിയിൽ ഒരു മുറിവുണ്ടെന്ന് വെച്ചോളൂ, നല്ല പഴുത്ത പാകപ്പെട്ട മുറി. ഓക്കെ, നല്ല പഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, പച്ചയ്ക്ക് നിൽക്കുകയാണ്. ആ മുറിവിൽ വന്നിട്ട് ഞാൻ മെല്ലെ തൊട്ടു, നിങ്ങൾക്ക് വേദന പോലെ, നല്ല വേദനയോ, ഒരു പ്രശ്നം നന്നായിട്ട് റിയാക്റ്റും ചെയ്യും. പക്ഷെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി, അത് നന്നായിട്ട് ഹീൽ ചെയ്തു, ആ മുറിവൊക്കെ മാറ്റി, അസുഖമൊക്കെ മാറ്റി, ഒക്കെ ഓക്കെ, എപ്പോഴും ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള നെറ്റിയാണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾ ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മുറിവ് അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഇതിലേക്ക് അതിൽ നിന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് പോരും ചെയ്യും. ശരിയാണോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവിടെ പോയിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഉള്ളിൽ ഇതേപോലെ ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകളുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ
സ്ട്രെസ് ആവുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മുറിവിൽ വന്നിട്ട് ആ മുറിവിൽ അത് ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് എപ്പോഴൊക്കെ ഉണ്ടാകുന്നു അപ്പോഴൊക്കെയാണ് നമ്മൾ സ്റ്റക്ക് ആവുന്നത്. അപ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങൾ, വലിയ പ്രതിസന്ധികൾ, വലിയ ബുദ്ധിമുട്ടുകൾ, അത് നിങ്ങൾ ട്രിഗർ ചെയ്യുന്ന സാധനങ്ങളാണ്, വലിയ ടാസ്കുകൾ. കാരണം ഇതിനു മുൻപ് എപ്പോഴോ വലിയ ടാസ്കുകൾ, കുറച്ചുകൂടെ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങൾ, സിറ്റുവേഷൻ വന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയോ ചാലഞ്ച് ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ പഴയകാല ഓർമ്മയിലേക്ക് നിങ്ങളൊന്ന് പോകണം. അത് കോളേജിൽ പഠിച്ചപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഉണ്ടെന്ന തടസ്സങ്ങളാവാം, ബുദ്ധിമുട്ടുകളാവാം. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ്സ് ഇറ്റ്. ചിലപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള സംഗതികളാവാം. അന്ന് നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ട ഒരു സംഭവങ്ങളാണ് കുഞ്ഞിലെ. അപ്പൊ അത് നമ്മുടെ പറ്റില്ല, അല്ലെങ്കിൽ ഒരുപാട് മൈൻഡിൽ കുഞ്ഞിലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എനിക്ക്. പക്ഷെ കുറച്ച് ബോധം വെച്ചപ്പോ ഞാന് സ്വയം എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാൻ പലതും എന്നെ കൊണ്ട് ഒരാണുങ്ങൾ ചെയ്യണതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സംഭവങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നം കിടന്നിട്ട് എനിക്ക് വളരാൻ പറ്റുന്നില്ല ഇപ്പൊ ഐ അണ്ടർസ്റ്റാൻഡ്. അതായത് വെച്ചാൽ നമുക്ക് ബിൽഡപ്പ് ആവും. നമ്മൾക്ക് എന്താ വെച്ചാൽ ഇതൊരു നോർമലി ഒരു ആവറേജ് എല്ലാ മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് 80% ആൾക്കാരും സ്റ്റക്കായി നിൽക്കുന്നത്, ലൈഫിൽ വിജയിക്കാത്തത്. കാരണം എല്ലാവർക്കും ഇതുണ്ട്, ഇത് വളരെ കോമൺ സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് ഓക്കെയാണെന്നുള്ളതാണ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഓക്കെ. ഇത് നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം. ഇതൊരു നോർമൽ ലൈഫിന്റെ ഭാഗമാണ് എന്ന് നമ്മളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ല. ഇത് ക്ലിയർ ചെയ്ത് പോകുന്നവരാണ് വിജയിക്കുന്നവർ. ഇത് ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്താ വെച്ചാൽ ദേ വിൽ ഗോ ടു ദ ഹയർ സ്റ്റേജസ് ഈസിലി. ഓക്കെ, അപ്പോൾ ബിയോണ്ട് അവരെന്താ വെച്ചാൽ, അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, മാമിനെ സംബന്ധിച്ചിടത്തോളം ആ മാറ്റി നിർത്തപ്പെട്ട കാര്യങ്ങൾ, ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അത് ഇപ്പോഴും മാമിന്റെ ഉള്ളിലുണ്ട്. ആൻഡ് യു ഹാവ് ടു ക്ലിയർ ഇറ്റ്. EFT എന്ന് പറയുന്നത് ശരിക്കും അതൊരു എന്താ പറയാ, നമ്മൾ ഈ വേസ്റ്റ് അടിച്ചു വാരി കളയുന്ന എന്താ പറയാ ചൂല് പോലെയാണ്. ജസ്റ്റ് എന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു മാജിക് ടൂളാണ്. അത് വെച്ചിട്ട് നമുക്ക് ശരിക്കും ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും, നമുക്ക് ഇല്ലാണ്ടാക്കി കളയാൻ പറ്റും. നമ്മുടെ ട്രോമാസിനെയും നമ്മുടെ പെയിനെയും നമ്മുടെ വിഷമങ്ങളെ അത് ജസ്റ്റ് ഇങ്ങനെ ഫോർഗിവ്നെസ് കൊടുക്കുക എന്നുള്ളതൊന്നുമല്ല. ഫോർഗിവ്നെസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ടൂൾ ഉപയോഗിച്ചിട്ട് അത് ചെയ്യുന്നു. ശരിക്കും ആ ട്രോമ എടുത്ത് അതിന് തെറാപ്പിയാണത്, ഒരു തെറാപ്പി ടൂളാണ്. ആ തെറാപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ. അത് ചെയ്യുമ്പോൾ ശരിക്കും ബട്ടൺസ് പ്രസ് ചെയ്തിട്ട്, നമ്മൾ ചില ഏരിയാസിൽ ബട്ടൺസിന് പ്രസ് ചെയ്യുമ്പം ആ ഓർമ്മകൾ ഇങ്ങോട്ട് കയറി വരും. ആ ട്രോമ, അതേ പെയിൻ, അതേ സങ്കടം, അതേ ബുദ്ധിമുട്ട്, ആ സംഗതികൾ നസ്രീം പറഞ്ഞില്ല, അയാളുടെ ഓർമ്മ വന്നു, സംഗതികൾ വന്നു, ആരാന്ന് കിട്ടുന്നില്ല, എവിടുന്ന് വന്നു, ആ മെമ്മറിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്ത് ചെയ്യും, അത് നമ്മൾ എടുത്തിട്ട് അതിനെ ഇങ്ങോട്ട് എടുത്ത് പുറത്തേക്ക് കളയാണ്. വി ആർ ലിറ്ററലി ടേക്കിംഗ് ഇറ്റ് അവേ. നൗ വി ആർ ഫ്രീ ഫ്രം ഇറ്റ്. അങ്ങനെ ഒരു അവസ്ഥ ചെറുപ്പകാല അനുഭവങ്ങളൊക്കെ എടുത്തിട്ട് എന്തിനും ക്ലിയർ ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കരച്ചിൽ വരും, വേദന വരും, തലവേദന വരും, ബോഡി പെയിൻ വരും, ബുദ്ധിമുട്ട് വരും, ഭയങ്കര പ്രയാസങ്ങളിലൂടെ കടന്നു പോകും. ആൻഡ് ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ഹീലിംഗ്. അങ്ങനെയാണ് ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്. ഹീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് ശരിക്കും അങ്ങോട്ട് രക്ഷപ്പെടുന്നത്. So Ashwati ma'am എന്ന് വെച്ചാൽ you asked such a wonderful relevant question. Thank you for asking such a question. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നസ്രീൻ ഉദ്ദേശിച്ചതും ഞാൻ പറഞ്ഞതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. So ma'am, that's the only thing. Clear that, you will be fine. To clear that, come to the program, we can help you. So അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നിങ്ങൾ മടിച്ചു നിൽക്കരുത്. അതിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കാനോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പണം മാറ്റി വെക്കാനോ, അതിന് വേണ്ടിയിട്ട് മറ്റുള്ള നോ. ഈ ഒരു സ്റ്റക്നെസ് കാലാകാലം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ കൊണ്ടു നടക്കും. ഇപ്പൊ നസ്രീനൊക്കെ ഇവിടെ ഷെയർ ചെയ്തെന്ന് വെച്ചാൽ നസ്രീൻ ഇത് സ്റ്റക്കായി നിൽക്കുകയായിരുന്നു, അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി ഇതിലേക്ക്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ പേരെന്ത്, ഇറ്റ്സ് മീ ദ റിയൽ മീ. നസ്രീൻ ഇവിടെ വന്നിട്ട് പറയാണ്, ഇതാണ് ഞാൻ, ദിസ് ഈസ് ദ റിയൽ മീ. എല്ലാത്തിടത്തും മാറി നിന്നിരുന്ന, ഇന്റർവ്യൂവിനെ പേടിച്ച് നിന്നിരുന്ന, മുന്നോട്ട് വന്ന് സംസാരിക്കാൻ പേടിച്ചിരുന്ന ആളാണ് ഇപ്പൊ ഇങ്ങനെ നിന്ന നിപ്പിൽ നിന്നിട്ട് കോമഡി പറയുന്ന, നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡി പോലെ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ രസകരമായിട്ട് അവതരിപ്പിക്കുന്നത്. So thank you so much for asking such a wonderful question. You might be welcome to the platform, welcome to the course. That's all I need. Thank you. So സ്വീകരിക്കണം ഷാഫി സാർ. എന്താണ് നസ്രീൻ മാമിനെ ഒരു മെന്ററായി സ്വീകരിക്കണം സാറ്. കേട്ടില്ല. തീർച്ചയായിട്ടും നസ്രീന്റെ കയ്യിലാണ് ഇതെല്ലാം ഉണ്ട്. ഒരു മെന്ററായി സ്വീകരിക്കണം പറയാം. ഐ അണ്ടർസ്റ്റാൻഡ്. തീർച്ചയായിട്ടും അത് നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മെന്റേഴ്സിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഓൾ ദെയർ ചോയ്സ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവസരമുണ്ട്. ഇറ്റ്സ് നസ്രീൻസ് കോൾ. നസ്രീന്റെ കോൾ മാത്രമാണ്. ഇഫ് ഷീ ഈസ് റെഡി,
വി ആർ റെഡി ടു വെൽക്കം ഹെർ ഓൺ ബോർഡ്. ഓക്കെ, എനിവേ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇറങ്ങിച്ചെല്ലാം. ഇനി ആർക്കെങ്കിലും ഹലോ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹലോ ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് സാർ. Good morning. ഈ സ്റ്റുഡൻസിന്റെ രോഗം മാറാൻ രക്ഷിതാക്കളാണോ ചെയ്യേണ്ടത്, സ്റ്റുഡൻസ് ആണോ ചെയ്യേണ്ടത് ഇത് കോഴ്സ്? രോഗം മാറാനാണോ? അതെ, എന്ത് രോഗമാണ്? ഇത് എന്റെ റിലേറ്റീവിന്റെ ഒരു മോളാണ്, ഒരു 13 വയസ്സായിട്ടുണ്ട്. അപ്പൊ ഈ സ്കിന്ന് ഡിസീസ് അങ്ങനെയാണ്, ഈ വിള്ളിച്ചൊക്കെ അങ്ങനത്തെ ഒരു രോഗമാണ്. അത് കുറെ കാലമായി ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തതാണ്, അപ്പൊ ഒരു മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ മോൾക്ക് ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. തിക്താനുഭവങ്ങൾ രണ്ടുപേരും ചെയ്യണം. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ആ ഒരു തിക്താനുഭവങ്ങൾ വീണ്ടും പാരന്റ്സിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ സിറ്റുവേഷൻസിന്റെ അടുത്തുനിന്നോ ഉണ്ടാവരുത്. രണ്ടാമത്തത് രണ്ടുപേരും ഹീലിംഗ് ചെയ്യേണ്ടതുണ്ട്. രണ്ടുപേരും ഹീലിംഗിലൂടെ കടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ സ്റ്റുഡൻസിന്റെ വെരി ഗുഡ്. ഇത് +1 മുതലാണല്ലേ ഈ പ്രാവശ്യം ചെയ്യുന്നത്? +1 മുതൽ? യെസ്, +1 മുതലാണ് ശരിക്കും. എനിക്ക് തോന്നുന്നു കുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല. പറ്റില്ല. 13 അടുത്ത വയസ്സായിട്ടുള്ളൂ. നെക്സ്റ്റ് ബാച്ച് വരുന്നുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യുക, ചെയ്യിപ്പിക്കുക. മകൾ അതിലൂടെ ആ ഒരു ഹീലിംഗിലൂടെ കടന്നു പോകുമ്പോൾ നോ ഡൗട്ട് അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഈവൻ നമ്മുടെ ഈ ഒരു സെഷനിലൂടെ വരുമ്പോൾ ജനറേഷണൽ ട്രോമ വരെ ശരിക്കും മാറി കിട്ടും കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ പലപ്പോഴും എന്താ വെച്ചാൽ കാര്യങ്ങൾ റെഡി ആയിട്ട് വരും. പിന്നെ നെക്സ്റ്റ് മന്ത് രണ്ടാമത്തെ ബാച്ച് വരുന്നുണ്ട് കേട്ടോ. മാർച്ചിൽ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ജോയിൻ ചെയ്താൽ മതി. 4ാമത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് 10th വരെ ഉള്ളവർക്ക് ഹൈസ്കൂൾ ബാച്ച്. പിന്നെ വരുന്നൊരു കാര്യമുള്ളത്, ഇവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ആരാണ് അറിയില്ല, എന്തായാലും ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചത് ഇതാണ്. ഇങ്ങനെ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ഹീൽ ചെയ്തതിൻ്റെ ഇടയിൽ നന്നായിട്ട് പനിച്ചു. കാരണം ഹീലിംഗ് ആണ്, ഹീലിംഗിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളാണ്. അങ്ങനെ പനിച്ചു, കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തു, കണക്ഷൻസ് ഒക്കെ വിട്ടു, ഇനിയിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഇത്തരത്തിലുള്ള സെഷനിൽ ഇരിക്കുക. യു വിൽ ഗെറ്റ് ഇൻസ്പയർഡ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇൻസ്പയർഡ്. നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുക, ഹംബിളായിട്ട് നിൽക്കുക, കിട്ടിയ സ്പാർക്കിൽ പിടിച്ച് നിൽക്കുക. പിന്നെ പലപ്പോഴും നമ്മൾ എന്ത് വെച്ചാൽ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്യരുത്. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ദ മോർ യു ഡു ഇറ്റ് ദ മോർ ഇൻസ്പയർഡ് യു ഗെറ്റ്. ജെന്യുവിൻ ആയിട്ട് നിൽക്കുക, ജെന്യുവിൻ ആയിട്ട് നിന്നാൽ മതി. നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കണ്ട. ബി ജെന്യുവിൻ, ബി കൺസിസ്റ്റന്റ്, ബി ഹംബിൾ. ചെറുതായിട്ട് ഇങ്ങനെ പതുക്കെ എല്ലാം റെഡി ആയിക്കോളും. ഇറ്റ്സ് ഓക്കെ, ഐ ആം ഹിയർ, ഐ ആം സേഫ് എന്ന കമാൻഡുകൾ എപ്പോഴും കൊടുക്കുക, സമാധാനിപ്പിക്കുക. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് പോരല്ലോ, ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ എന്ന കമാൻഡുകൾ, അതൊരു സെൽഫ് ലവിനെതിരാണ്. അതിന് പകരം നമ്മളൊരു കുറ്റപ്പെടുന്ന പോലെ, നമ്മളെ ദുഃഖിപ്പിക്കുന്നത് പോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അത് നിർത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വളരെ സെൽഫ് ലവ് കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് ചോദിക്കുക. ഉമൈവ മാം, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ഉമൈവ മാം, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. സർ, ഇനി സർ, ചോദിച്ചോളൂ. ഞാൻ Yes. നെസ്രിൻ, എനിക്ക് 2 കാര്യം ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ആ ഒരു കംഫേർട്ട് അത് എനിക്ക് കിട്ടോ, ദെൻ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോ ടാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, ആ Yeah. 2 കാര്യം. അതായത് ഉമയമ്മ ചോദിച്ചതെന്ന് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ടാപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ടാപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ടാപ്പ് ചെയ്യില്ല. എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാതിരിക്കാനുള്ള ബ്ലോക്ക് ഞാൻ മുന്നേ ടാപ്പ് ചെയ്ത് ആ ട്രോമ ഞാൻ ക്ലിയർ ചെയ്ത് വിട്ട്. അപ്പൊ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല അവിടെ. പിന്നെ അതേമാതിരി എന്താ പറയാ, എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ ടാപ്പ് ചെയ്തെന്ന് വെച്ചാൽ, എക്സാമിൽ നമുക്ക് ഓൾറെഡി ടെൻഷൻ വരുമല്ലോ, എക്സാമിനൊരു സമയത്ത് ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുമല്ലോ. ആ സമയത്ത് നമ്മൾ ആ ഒരു സാധനങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മളൊന്ന് കാമാവും, ഒന്ന് കൂളാവും. അപ്പൊ നമുക്ക് അത് അങ്ങോട്ട് എഫക്റ്റ് ആവില്ല. പിന്നെ നമുക്ക് എക്സാം ഒക്കെ മീൻസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര കൂളായിട്ട് വായിക്കാൻ പറ്റും. വെറുതെ നമുക്ക് കറക്കി കുത്താനൊന്നും തോന്നൂല. നമുക്കത് അങ്ങനെ നമ്മൾ എഴുതിയിട്ട് തന്നെ ചെയ്യാൻ തോന്നുള്ളൂ. ജെന്യുവൻ ആവും. ഇതൊക്കെ ഒരു എക്സാം ഹോളിൽ പോയിരുന്നിട്ട് ഞാൻ അപ്പ ഇരുന്ന് ടാപ്പ് ചെയ്ത് എനിക്ക് എക്സാം എഴുതാൻ പോയി എന്നുള്ളതല്ല. ഞാൻ അതിന്റെ മുന്നേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് ഞാൻ കുറെ ടാപ്പ് ചെയ്ത് കളഞ്ഞ്, പിന്നെ ഞാൻ അതിനു വേണ്ടി പഠിച്ച് അങ്ങനത്തെ അഫർമേഷൻസ് ഒക്കെ കൊടുത്ത്, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത്, പിന്നെ അതുപോലെ വിഷ്വലൈസേഷൻസ് ചെയ്ത്. ഞാൻ എക്സാം ഒക്കെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യലുണ്ട്. ഞാൻ എക്സാം എഴുതാൻ പോണതും
ആ ഡ്രസ്സ്, ആ ഹാള്, ആ കമ്പ്യൂട്ടർ, ആ ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മളുടെ ഈ ഒരു അറ്റ് എ മൊമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിൽ സെറ്റ് ആവും. നമ്മളിതിലൊന്ന് സറണ്ടർ ആവാനുണ്ട്. അപ്പോഴാണ് നമുക്കത് ശരിക്കും എഫക്റ്റ് ആവുക. ഇത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഇന്ന് എനിക്ക് എക്സാം ഉണ്ടെങ്കിൽ എന്ന് അവിടെ പോയി ഇരുന്ന് ടാപ്പ് ചെയ്താലൊന്നും അല്ല വരിക. പക്ഷെ അതിന്റെ മുന്നേ എന്റെ ഫിയർ ഒക്കെ എടുത്ത് കളയണം. എടുത്ത് കളഞ്ഞിട്ട് എക്സാമുകൾ ആ ഒരു മൊമെന്റിൽ നമുക്ക് ഉണ്ടാവുന്ന സാധനം ഉണ്ടല്ലോ, അതെടുത്ത് കളഞ്ഞാൽ മതി. ആ ഒരു ഫിയറും സാധനങ്ങളൊക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. എനി അതർ? ഇല്ലേ, താങ്ക് യു മാം, താങ്ക് യു സാർ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ ചോദിക്കാം. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ ഏകദേശം 1.5 മണിക്കൂറോളം കഴിഞ്ഞു. നല്ല രീതിയിലുള്ള അടിപൊളി സെഷൻ ആയിരുന്നു. ആർക്കെങ്കിലും എനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു നസ്രീൻ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. നമ്മുടെ കൂടെ ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന് ഇത്രയും നേരം നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈഫിൽ നമ്മൾ നഷ്ടപ്പെട്ടിട്ടുള്ള നമ്മളെ തിരിച്ചു പിടിക്കാൻ നമ്മുടെ ഈ ഒരു സെഷനും ഈ ഒരു പ്ലാറ്റ്ഫോമും നമുക്ക് ഉപകാരപ്പെടട്ടെ. നസ്രീൻ, താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജേർണി. നസ്രീൻ്റെ എല്ലാ സ്വപ്നങ്ങളും, ആ ജോലി നേടുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ആം ഐ ഓഡിബിൾ? കേൾക്കുന്നുണ്ട്. ഓഡിബിൾ ആണ്. സോ ചോദ്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും നസ്രീൻ്റെ ഒരു നല്ലൊരു ഭാവി ജീവിതത്തിൽ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ട് നസ്രീന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം. ഇന്നത്തെ ഈ ഒരു ഗോൾ ഉണ്ടല്ലോ, ആ ഗോള് അച്ചീവ് ചെയ്തിട്ട് വീണ്ടും ആ കോട്ട് ഇട്ടിട്ട് ആ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇവിടെ പ്ലാറ്റ്ഫോമിൽ വരാൻ അവസരം ഉണ്ടാകും. എന്തായാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു നസ്രീൻ. ഞാൻ അനിത മാം ആണ്. ഹലോ, പറഞ്ഞോളൂ മാം. താങ്ക് യു നസ്രീൻ. കൺഗ്രാജുലേഷൻ ഫോർ മോട്ടിവേഷൻ ഫോർ യുവർ സ്പീക്കിംഗ്. സാറ് പറഞ്ഞ പോലെ പുതിയ കോട്ടിട്ട് അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് വരും കേട്ടോ. ഞാനതാ പറഞ്ഞത് ശരത് സാറിന്റെ അടുത്ത്. ഞാൻ അന്നേ വരുള്ളൂ, ഞാൻ ആ ഒരു ID കാർഡ് എടുത്തിട്ട് ഞാൻ വരുള്ളൂ, ഞാൻ ഇന്ത്യൻ റെയിൽവേയിൽ എന്ന് പറഞ്ഞിട്ട് വരുള്ളൂ എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന്റെ മുന്നേ വരേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് ഞാൻ വരുന്നു, ഞാനിപ്പോ വിഷ്വലൈസേഷൻ കൊടുക്കുന്നുണ്ട്. അത്രേ പറയുന്നു. Very good. We enjoyed our session really well and thank you once again for being here. പിന്നെ സെഷൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞില്ലേ, ഞാൻ ഏതോ ഒരു നടൻ പോഡ്കാസ്റ്റ് തുടങ്ങിയതാണ്. എന്തായാലും ആ കമന്റോട് കൂടി തുടങ്ങിയതാണ് പൊട്ടിക്കൽ. ഉഷാറായി. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ എല്ലാവർക്കും ജോയിൻ ചെയ്തിട്ടുള്ള. നസീം, ഇഫ് യു ഹാവ് ടു സേ സംതിങ്, സേ ആൻഡ് ലെറ്റ്സ് ലീവ്. താങ്ക് യു സാർ. എത്രയെന്ന് പറയാനുള്ളൂ. ഇത്ര കാര്യങ്ങൾ തന്നെ കുറെ പറഞ്ഞു. കുറെ കുഞ്ഞു കാര്യങ്ങൾ കുറെ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ തോന്നിയ കാര്യങ്ങൾ, ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തെന്ന് വന്ന ആളൊന്നുമല്ല. പക്ഷെ ഞാൻ തോന്നുന്നതൊക്കെ കണ്ട് പറയാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇപ്പൊ 8:15 ഞാൻ എങ്ങനെ നന്നായി വരട്ടെ നസ്രീൻ. ആ ആ ഫോട്ടോകെട്ടുകാണ് നമ്മൾ കാണാന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ. അപ്പൊ എല്ലാരും ഞാൻ വന്നതുകൊണ്ട് എനിക്ക് കുറെ പ്രാർത്ഥനകൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വന്നതും നന്നായി. നസ്രീൻ, കൺഗ്രാജുലേഷൻ. ഞാൻ ആയിഷ. നസ്രീന്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു എവരിവൺ. പിന്നെ സാറേ, എനിക്കൊരു സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വീഡിയോയിൽ വരുന്നില്ല. സാറിന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഞാൻ സാറിന്റെ വീട്ടിൽ വന്നു, എന്നിട്ട് സാറ് എനിക്ക് ഡ്രസ്സൊക്കെ തന്നു. നല്ല രീതിയിലാവട്ടെ, ഉഷാറാവട്ടെ. എന്തായാലും